ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. കോമ്പൻസേഷൻ ഓൺ റിട്രെഞ്ച്മെന്റ്. കോമ്പൻസേഷൻ ഓൺ റിട്രെഞ്ച്മെന്റ് അല്ലേ? അതായത് റിട്രെഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ ആൻ എംപ്ലോയി മേ ബി റിട്രെഞ്ച്ഡ് ഫ്രം സർവീസ് അണ്ടർ ആൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 അല്ലേ? അതായത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരം ഒരു എംപ്ലോയിയെ അയാളുടെ ആ ഒരു സർവീസിൽ നിന്ന് ഒഴിവാക്കുകയാണ് അല്ലേ? അതിനെയാണ് നമ്മൾ റിട്രെഞ്ച്മെന്റ് എന്ന് പറയുന്നത്, ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുമ്പോൾ എംപ്ലോയർ എന്ത് കൊടുക്കും? കോമ്പൻസേഷൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പൻസേഷൻ ഓൺ റിട്രെഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എംപ്ലോയർ അയാളുടെ ആ സർവീസിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരം ഈ എംപ്ലോയിക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കണം. അങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെയാണ് റിട്രെഞ്ച്മെന്റ് ഓൺ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ റിട്രെഞ്ച്മെന്റ് ഓൺ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് ഒരു 2 പോയിന്റുകൾ നമുക്ക് നോക്കണം. അതിൽ ഒന്നാമത്തേതാണ്, എപ്പോഴാണ് ഇത് റിട്രെഞ്ച് ചെയ്യുക? നോക്കൂ, റിട്രെഞ്ച്മെന്റ് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ് വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത്, ആ സമയത്തുള്ള റിട്രെഞ്ച്മെന്റ്. ഇനി അല്ല എങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയി ഫ്രം വൺ സർവീസ് ടു അനദർ അല്ലേ? അതായത് ഒരു എംപ്ലോയിയെ ഒരു സർവീസിൽ നിന്ന് മറ്റൊരു സർവീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഒരു റിട്രെഞ്ച്മെന്റ് അല്ലേ? അപ്പം അങ്ങനെ 2 രീതിയിലുള്ള റിട്രെഞ്ച്മെന്റ് നടക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ടാക്സ് ട്രീറ്റ്മെന്റ്? ഇതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 എംപ്ലോയിക്ക് ഇങ്ങനെ റിട്രെഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കണം. ഈ കോമ്പൻസേഷൻ എംപ്ലോയിക്ക് ടാക്സബിൾ ആണ് അല്ലേ? മുഴുവനായിട്ടും ടാക്സബിൾ അല്ല. അതായത് റിട്രെഞ്ച്മെന്റ് മൂലം കിട്ടുന്ന കോമ്പൻസേഷൻ നമ്മുടെ ഗ്രോസ് സാലറിയിൽ ഉൾപ്പെടുത്തി അതിന് ടാക്സ് അടക്കണം. പക്ഷെ നമ്മുടെ ഗ്രാറ്റുവിറ്റിയും പെൻഷനും ഒക്കെ പറഞ്ഞ പോലെ മുഴുവനായിട്ടും ടാക്സബിൾ അല്ല. ഒരു സം പാർട്ട്, അതിൻ്റെ ചില ഭാഗം നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ട് വെക്കാൻ പറ്റും അല്ലേ? അതായത് എക്സംപ്റ്റഡ് പോർഷൻ ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എങ്ങനെയാണ് ഈ റിട്രെഞ്ച്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്രെഞ്ച്മെന്റ് മൂലം വഴി ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന കോമ്പൻസേഷന് എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? അതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നോക്കാം. എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് റിട്രെഞ്ച്മെന്റ്. എങ്ങനെയാണ് റിട്രെഞ്ച്മെന്റ് വഴി ഉള്ള കോമ്പൻസേഷൻ ഒരു എംപ്ലോയിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ എക്സംപ്റ്റഡ് എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? താഴെ 3 എമൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഏതാണോ ലെസ്, വിച്ചെവർ ഈസ് ലെസ്, അതാണ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് പോർഷൻ ആയിട്ടുള്ള കോമ്പൻസേഷൻ ഓൺ റിട്രെഞ്ച്മെന്റ്. ഓക്കെ, അപ്പൊ നോക്കാം. ഒന്നാമത്തതാണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ റിസീവ്ഡ്. ഒരു എംപ്ലോയിക്ക് റിട്രെഞ്ച്മെന്റ് ചെയ്യുന്നത് മൂലം, ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ആക്ച്വൽ കോമ്പൻസേഷൻ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, ആ എമൗണ്ട് എടുക്കുക. രണ്ടാമത്തതോ സാലറി ഫോർ സർവീസ് പീരിയഡ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് 15 days സാലറി ഫോർ ഈച്ച് ഇയർ കംപ്ലീറ്റഡ് ഇയർ. അതായത് ഇയാളുടെ 15 days ഓഫ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ അതായത് ഓരോ കംപ്ലീറ്റഡ് ഇയറിലെയും 15 days സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം എത്ര വർഷം അയാൾ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കണം. ആ എല്ലാ വർഷത്തിൻ്റെയും 15 days സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ മൂന്നാമത്തത് എമൗണ്ട് ഡിക്ലെയർഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ₹5 lakh. അതായത് മാക്സിമം കോമ്പൻസേഷൻ റിട്രെഞ്ച്മെന്റ് ആയിട്ട് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 5 lakh ആണ്. അപ്പൊ ഈ 3 എമൗണ്ടുകളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അതാണ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള പോർഷൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചാല് ബേസിക് സാലറി. ഓക്കെ, ബേസിക് സാലറി എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക് സാലറി
അതായത് സാലറി ആയിട്ട് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞല്ലോ ഏത് സാലറി ഫോർ സർവീസ് പീരിയഡ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് 15 ഡേയ്സ് സാലറി. അപ്പൊ നമ്മൾ ഈ 15 ഡേയ്സ് സാലറിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക് സാലറി, ആ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ബേസിക് സാലറി നമ്മൾ എടുക്കണം. DA ആൻഡ് DP. ഓക്കെ, ഈ DA DP ഇത് അണ്ടർ ദി ടേംസ് ഓഫ് നമ്മൾ നേരത്തെ കാര്യം ഗ്രാറ്റുവിറ്റിയും പെൻഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന്. പക്ഷെ ഇവിടെ DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എന്തെടുക്കാം, ഇതിനെ ഈ കോമ്പൻസേഷൻ ഓൺ റിട്രെഞ്ച്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സാലറി ആയിട്ട് DAനെ ഉൾപ്പെടുത്തണം. ദെൻ ഇനി പറയാൻ പോകുന്നത് അടുത്തത് നമ്മൾ 15 ഡേയ്സ് ഓഫ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് 15 ഡേയ്സ് ഓഫ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു എംപ്ലോയിയുടെ 3 മാസത്തെ ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ആ ഒരു എംപ്ലോയിയുടെ 3 മാസത്തെ ആവറേജ് സാലറിനെ കൊണ്ട് 15 ഡിവൈഡഡ് ബൈ 26 ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ് ഈ 26 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തില് 26 ഡേയ്സ് എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. വർക്കിംഗ് ഡേയ്സ് 26 ഡേയ്സ് എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 26 ഡേയ്സ് ഒരു മന്ത് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഒരു 15 ദിവസത്തെ സാലറിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ആ ഒരു എംപ്ലോയിയുടെ 3 മാസത്തെ ആവറേജ് സാലറി എടുക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയിക്ക് 3 മാസത്തെ സാലറി ഇപ്പോൾ ഒരു 20,000 ഉണ്ടെന്ന് വിചാരിക്കുക. 20,000 ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഇതിന്റെ 15 ഡേയ്സ് ഓഫ് സാലറി, അപ്പൊ നമ്മൾ ഈ 20,000 നമുക്ക് എങ്ങനെയാണ് കിട്ടുക? നമുക്ക് ക്വസ്റ്റ്യനില് ബേസിക് സാലറി തന്നിട്ടുണ്ട്, DA തന്നിട്ടുണ്ട്. DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അതിനെടുക്കും. അപ്പൊ അങ്ങനെയുള്ള എമൗണ്ടുകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളതാണ് എന്ത് ഈ 20,000 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ 20,000 ഇൻറ്റു 15 ഡേയ്സ് ഡിവൈഡഡ് ബൈ 26. കാരണം ഈ 26 എന്താണ്, നമ്മൾ സാധാരണ ഒരു 15 ദിവസത്തെ സാലറി എന്ന് പറയുമ്പോൾ ഒരു മാസം നമുക്ക് കിട്ടുന്ന ഒരു 26 ഡേയ്സിനെ നമ്മൾ ഒരു മാസം എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 26 ഡേയ്സ് ഈസ് ഈക്വൽ ടു 1 മന്ത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫിക്സ്ഡ് ആണ്, 26 ദിവസമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 ഡേയ്സ് സാലറി കിട്ടും. ഈ 15 ഡേയ്സ് സാലറിനെ നമ്മൾ എന്ത് ചെയ്യും? ഇയാൾ എത്ര വർഷം ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റഡ് ഇയർ ആക്കിയിട്ടുണ്ട്, അത് എന്ത് ചെയ്യും? അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് കോമ്പൻസേഷൻ ഓഫ് റിട്രെഞ്ച്മെന്റ് എന്നുള്ള ഭാഗത്ത് ടാക്സ് എക്സംപ്റ്റഡ് പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ ഇവിടെ ബേസിക് സാലറി അല്ലെങ്കിൽ സാലറി എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. DA DP അത് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ദെൻ 26 ഡേയ്സ് എന്ന് പറയുന്നത് 1 മന്ത് അല്ലെ. 1 മന്തിനെ നമ്മൾ 26 ഡേയ്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് 15 ഡേയ്സ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് ഇത് 3 നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. അത് ഏതൊക്കെ 3? ആക്ച്വൽ എമൗണ്ട് കോമ്പൻസേഷൻ റിസീവ്ഡ്, ഒരു എംപ്ലോയിക്ക് ആക്ച്വൽ എമൗണ്ട് കോമ്പൻസേഷൻ എത്രയാണോ കിട്ടിയത് അതും, പിന്നെ 15 ഡേയ്സ് ഓഫ് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ അതും, ദെൻ ആക്ച്വൽ എമൗണ്ട് ഡിക്ലെയർഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ₹5 lakh. ഇത് ഫിക്സ്ഡ് ആണ്. അപ്പൊ ഈ 3 എമൗണ്ടുകളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അതാണ് കോമ്പൻസേഷൻ ഓൺ റിട്രെഞ്ച്മെന്റിന്റെ ടാക്സ് എക്സംപ്റ്റഡ് പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ, അതായത് ഈ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ഏത് ആക്ട് വഴിയാണ്? ഡിസ്പ്യൂട്ട് ആക്ട് 1947 ആ ഒരു ആക്ട് മൂലമാണ് ഇങ്ങനെ കോമ്പൻസേഷൻ കിട്ടുന്നത്. ഒരു എംപ്ലോയിയെ പിരിച്ചു വിട്ടാൽ കോമ്പൻസേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ച് ഇവിടെ ഒരു വർക്ക്മാൻ, ഒരു തൊഴിലാളി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആരൊക്കെയാണ്? വർക്ക്മാൻ എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട് ആക്ട് 1947 ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ എംപ്ലോയീസിനും
എന്തിനുള്ള അർഹതയുണ്ട്? ഇങ്ങനെ ഈ കോമ്പൻസേഷനോ റിട്രഞ്ച്മെന്റ് കിട്ടാനുള്ള അവകാശമുണ്ട്. ഇനി ഈ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ഉൾപ്പെടാത്തവർ ആരൊക്കെയാണ്? നോക്കൂ, ഒരു മാനേജർ, അതുപോലെ തന്നെ എന്താണ് ഈ 10,000-നേക്കാളും കൂടുതൽ സാലറി വാങ്ങുന്ന മാനേജീരിയൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററിയിലുള്ള ആൾക്കാർ, പോലീസ്, അങ്ങനെ നേവി, ഇവയിലുള്ള ഉദ്യോഗസ്ഥന്മാർ, ഇവരെയൊന്നും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തില്ല? 1947 ഡിസ്പ്യൂട്ട് ആക്ടിലെ ഉൾപ്പെടുത്തുകയില്ല. അപ്പൊ ഇവർക്കൊന്നും എന്ത് കിട്ടില്ല? ഇവർക്ക് കോമ്പൻസേഷൻ കിട്ടും. അതായത് ഇപ്പോൾ ഇവരെ പിരിച്ചുവിട്ടാൽ ചിലപ്പോൾ കോമ്പൻസേഷൻ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ അതിന് ടാക്സ് എക്സംഷൻ ഇല്ല. ഡിസ്പ്യൂട്ട് ആക്ട് 1947 ഉൾപ്പെടുന്ന എംപ്ലോയിക്ക് ഇത്തരത്തിലുള്ള കോമ്പൻസേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ടാക്സ് എക്സംഷൻ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ. ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരം ഒരു എംപ്ലോയിക്ക് കോമ്പൻസേഷൻ ഓൺ റിട്രഞ്ച്മെന്റ്, പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായിട്ട് ഒരു എംപ്ലോയിക്ക് കോമ്പൻസേഷൻ കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ടാക്സിൽ എക്സംഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 1947 ഉൾപ്പെടാത്ത എംപ്ലോയീസിന് അവർക്ക് കോമ്പൻസേഷൻ റിട്രഞ്ച്മെന്റ് വഴി കോമ്പൻസേഷൻ കിട്ടുന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് കിട്ടില്ല? ടാക്സ് എക്സംഷൻ കിട്ടില്ല. അപ്പൊ ആരൊക്കെയാണ് ആ ടാക്സ് എക്സംഷൻ കിട്ടാത്ത ആൾക്കാർ എന്ന് നമ്മൾ പറഞ്ഞു? മാനേജേഴ്സ്, അതുപോലെ തന്നെ 10,000-നേക്കാളും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന മാനേജീരിയൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ നേവി ഉദ്യോഗസ്ഥര്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥര്, അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്കൊന്നും ഈ ഒരു ടാക്സ് എക്സംഷൻ ഓഫ് കോമ്പൻസേഷൻ ഓൺ റിട്രഞ്ച്മെന്റ് കിട്ടില്ല. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. വോളണ്ടറി റിട്ടയർമെന്റ്, സെക്ഷൻ 10 സബ്സെക്ഷൻ 10C. ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വമേധയാ വിരമിക്കുക, അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ റിട്ടയർമെന്റിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അയാൾ എന്ത് ചെയ്യാണ്? അയാളുടെ സർവീസ് പീരീഡിന്റെ കാലാവധി തീർന്നിട്ടുണ്ടെങ്കിൽ അയാൾ റിട്ടയർ ആവും. പക്ഷെ ഇവിടെ എന്താണ്? VRS എന്ന് പറയും, വോളണ്ടറി റിട്ടയർമെന്റ് ആണ്, അല്ലെ? സ്വമേധയാ വിരമിക്കുക. അങ്ങനെ ഒരു കേസിൽ ഇപ്പൊ ഒരു എംപ്ലോയി അയാൾ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ VRS എടുക്കുന്ന സമയത്ത്, VRS വോളണ്ടറി റിട്ടയർമെന്റ് ആ ഒരു സമയത്ത് അയാൾക്ക് എന്ത് കിട്ടും? ഒരു എമൗണ്ട് കിട്ടും, അല്ലെ? അതായത് അത്രയും വർഷം അയാൾ ജോലി ചെയ്തു, പക്ഷെ റിട്ടയർമെന്റിന്റെ കാലാവധി ഒന്നും ആയിട്ടില്ല. അതിന് മുന്നേ തന്നെ അയാൾ എന്ത് ചെയ്തു? വോളണ്ടറി റിട്ടയർമെന്റ്, സ്വമേധയാ അയാൾ റിട്ടയർ ആയി. അപ്പൊ ആ ഒരു സമയത്ത് അയാൾക്ക് കിട്ടുന്ന എമൗണ്ടിന് ടാക്സ് എക്സംഷൻ കിട്ടും. ഇപ്പൊ എങ്ങനെയാണ് കിട്ടുക? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എംപ്ലോയി VRS എടുക്കുന്നു, അപ്പൊ അയാൾക്ക് അതിന് ഒരു എമൗണ്ട് കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ ടാക്സ് എക്സംഷൻ കിട്ടുന്ന കുറച്ച് സ്ഥാപനങ്ങളുണ്ട്, എല്ലാവർക്കും ഒന്നും കിട്ടില്ല. ഇത്തരം സ്ഥാപനങ്ങളിലെ താഴെ പറയുന്ന കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അതിലുള്ള എംപ്ലോയീസിന് VRS എടുത്തെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ ടാക്സ് എക്സംഷൻ കിട്ടുള്ളൂ. ഒന്നുകൂടെ പറയാം. VRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വമേധയാ ഒരു എംപ്ലോയി സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് അയാൾക്ക് എന്ത് കിട്ടുന്നു? എമൗണ്ട് കിട്ടുന്നു. അതായത് വോളണ്ടറി റിട്ടയർമെന്റിന്റെ സമയത്ത് എംപ്ലോയർ ആ റിട്ടയർമെന്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അയാൾക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നു. അപ്പൊ അതിന് ടാക്സ് എക്സംഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ ഒരു തുകയ്ക്ക് എംപ്ലോയി അതിന്റെ ഫുൾ എമൗണ്ടിന്റെ മുകളിലൊന്നും ടാക്സ് കൊടുക്കണ്ട. നമ്മൾ ഗ്രാറ്റുവിറ്റിയും അതുപോലെ തന്നെ പെൻഷനും ഒക്കെ കണ്ടതുപോലെ ഈ ഒരു VRSനും എന്ത് കിട്ടുന്നുണ്ട്? VRS എമൗണ്ടിനും എന്ത് കിട്ടുന്നുണ്ട്? ഒരു ടാക്സ് എക്സംഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ടാക്സ് എക്സംഷൻ കിട്ടണമെങ്കിൽ താഴെ പറയുന്ന കുറച്ച് സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ടാക്സ് എക്സംഷൻ കിട്ടുകയുള്ളൂ. അതായത് ഇപ്പോൾ പബ്ലിക് സെക്ടർ കമ്പനീസ് ആണെങ്കിൽ, പബ്ലിക് സെക്ടർ കമ്പനിയിലുള്ള ഒരു എംപ്ലോയി VRS എടുക്കുകയാണ്, അയാൾക്ക് ഇതുപോലെ ഒരു എമൗണ്ട് കിട്ടുന്നു. അപ്പൊ ആ എമൗണ്ടിന്റെ മുകളിൽ മൊത്തത്തിലൊന്നും അയാൾ ടാക്സ് കൊടുക്കേണ്ട. എങ്ങനെയാണ്? എമൗണ്ട് ഓഫ് എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് കമ്പനികൾ, അതുപോലെ തന്നെ ഈ ലോ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം സ്ഥാപിച്ചിട്ടുള്ള അതോറിറ്റീസ്, കോർപ്പറേഷൻസ്, കോർപ്പറേറ്റ് സൊസൈറ്റീസ്, യൂണിവേഴ്സിറ്റീസ്, IITs, സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്,
ഇത്രയും സ്ഥാപനങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് VRS എമൗണ്ട് വളണ്ടറി റിട്ടയർമെന്റ് ചെയ്തത് മൂലം അയാൾക്കൊരു എമൗണ്ട് കിട്ടുകയാണ്. ആ കിട്ടുന്നതിൽ ടാക്സ് എക്സംഷൻ ഉണ്ട്. ടാക്സ് എക്സംഷൻ കിട്ടണമെങ്കിൽ ഇപ്പൊ പറഞ്ഞ സ്ഥാപനങ്ങളിലുള്ള എംപ്ലോയി ആയിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് പറയാൻ പോകുന്നത് ഈ ഒരു പരമാവധി മാക്സിമം ലിമിറ്റ് ഓഫ് ടാക്സ് എക്സംഷൻ 5 lakh ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് മാക്സിമം ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള മാക്സിമം എമൗണ്ട് ഓഫ് ടാക്സ് എക്സംഷൻ എന്ന് പറയുന്നത് 5 lakh ആണ്. ഇനി നമുക്ക് അറിയണം നമ്മൾ നേരത്തെ പറഞ്ഞു വളണ്ടറി റിട്ടയർമെന്റ് വഴി ഒരു എംപ്ലോയിക്ക് എന്താണ് ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ എന്താണ് ഫുൾ എമൗണ്ടിന് മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, കുറച്ചു ഭാഗം എക്സംപ്റ്റഡ് പോർഷൻ ആണ് അല്ലെ, അതായത് ടാക്സിൽ നിന്ന് ഇളവ് ലഭിക്കുന്നുണ്ട്, ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഗ്രാറ്റുവിറ്റി ഒക്കെ കണ്ടുപിടിച്ച പോലെ നമുക്ക് വളണ്ടറി റിട്ടയർമെന്റിലെ നമ്മുടെ വളണ്ടറി റിട്ടയർമെന്റിലെ ടാക്സ് എക്സംപ്റ്റഡ് പോർഷൻ ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? താഴെ പറയുന്ന 4 തുകകളിൽ നിന്ന് ഏറ്റവും ചെറുത് ഏതാണോ അതിനെ നമ്മൾ ടാക്സ് എക്സംഷനിൽ നിന്ന് ഒഴിവാക്കും, അതായത് ടാക്സ് എക്സംപ്റ്റഡ് ആക്കും. അതെങ്ങനെയാണ്? ആദ്യം ആക്ച്വൽ കോമ്പൻസേഷൻ എമൗണ്ട് റിസീവ്ഡ്. ഓക്കെ, ആക്ച്വൽ കോമ്പൻസേഷൻ എമൗണ്ട് റിസീവ്ഡ്. ദെൻ അപ്പോൾ ഇയാൾക്ക് എത്രയാണ് കോമ്പൻസേഷൻ ആയിട്ട് ആക്ച്വൽ കിട്ടിയിട്ടുള്ളത് അത്. ദെൻ സാലറി ഓഫ് 3 month സർവീസ് പീരിയഡ് ഓഫ് ദി ഫുൾ ഇയർ ഓഫ് സർവീസ് ലെങ്ത് അല്ലെ, 3 മാസത്തെ സാലറി അല്ലെ, അതായത് 3 മാസത്തെ സാലറി ഇൻറ്റു അയാളുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇയേഴ്സ്. ഓക്കെ, അയാൾ എത്ര വർഷമാണോ കംപ്ലീറ്റ് ചെയ്തത്. ഇതിപ്പോ നമുക്കറിയാം വളണ്ടറി റിട്ടയർമെന്റ് ആണ്, അയാൾ റിട്ടയർ ആവാനുള്ള കാലൊന്നും ആയിട്ടുണ്ടാവില്ല, അതിന് മുന്നേ തന്നെ അയാൾ സ്വമേധയാ റിട്ടയർമെന്റ് എടുക്കുകയാണ്. ഓക്കെ, ദെൻ റിമൈനിങ് മന്ത് ഓഫ് സർവീസ് ഇൻറ്റു അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെന്റ് അല്ലെ, അതായത് ഈ അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെന്റ് സാലറി. ഓക്കെ, എന്താ പറയുന്നത്? ഇപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ, ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അയാൾ എന്താണ് ഒരു 20 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. ഓക്കെ, അപ്പൊ എന്നിട്ട് അയാൾ സ്വമേധയാ റിട്ടയർ ആയി. അപ്പൊ ഇവിടെ 10 വർഷം വളണ്ടറി റിട്ടയർമെന്റ് എടുത്തപ്പോൾ അയാളുടെ ഏജ് ഒരു 40 ആണെന്ന് വിചാരിച്ചോളൂ. എക്സാമ്പിൾ ആണ്, 40 ആണെന്ന് വിചാരിക്കുക. 40 ആണ് അയാളുടെ ഏജ് അല്ലെ, വളണ്ടറി റിട്ടയർമെന്റ് എടുത്തപ്പോൾ അയാളുടെ ഏജ് ഒരു 40 ആണ്. ദെൻ ഇനി എന്ത് ചെയ്യാണ്? ഇയാൾ ആ ഒരു കമ്പനിയിൽ വളണ്ടറി റിട്ടയർമെന്റ് അല്ലാതെ ഇനിയിപ്പോൾ അയാൾ ആ VRS എടുക്കാതെ അങ്ങനെ തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു കമ്പനിയിൽ 65 വയസ്സ് വരെ ജോലി ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഒരു 60 വയസ്സ് വരെ അയാൾക്ക് ജോലി ചെയ്യാമായിരുന്നു. കാരണം 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലായിരുന്നു അയാളുടെ യഥാർത്ഥത്തിലുള്ള റിട്ടയർമെന്റ് ആവുക. പക്ഷെ അയാൾ എന്ത് ചെയ്തു? 40 വയസ്സിൽ 10 വർഷമാണ് അയാൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തത്. അയാൾ എന്ത് ചെയ്തു? സ്വമേധയാ അയാൾ റിട്ടയർ ചെയ്തു. ഓക്കെ, അയാൾക്ക് ബാക്കി ഇനി എത്രയും കൂടെ ഉണ്ടായിരുന്നു. എന്താണ് വളണ്ടറി റിട്ടയർമെന്റ് എടുക്കാതെ പോവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇനി ആ കമ്പനിയിൽ 20 വർഷത്തെ സർവീസും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി നോക്കൂ, ഇവിടെ ഇനിയിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു എക്സാമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യനിൽ ആക്ച്വൽ കോമ്പൻസേഷൻ ഇപ്പോൾ അയാൾക്ക് കിട്ടിയത് ഒരു 4 lakh ആണെന്ന് വിചാരിച്ചോളൂ. 4 lakh ആണ് അയാൾക്കൊരു ആക്ച്വൽ കോമ്പൻസേഷൻ കിട്ടിയത്. ദെൻ സാലറി ഓഫ് 3 month സർവീസ് പീരീഡ്, 3 മാസത്തെ സാലറി. 3 മാസത്തെ സാലറി. അപ്പൊ സാലറി ആയിട്ട് എടുക്കേണ്ടത് നമ്മൾ എന്തൊക്കെയാണ്? ക്വസ്റ്റ്യനിൽ ബേസിക് സാലറി തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം. അതിൻ്റെ കൂടെ DA ആൻഡ് DP ഇത് എന്താണ്? അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ മാത്രം. ദെൻ കമ്മീഷൻ എങ്ങനെയാണെങ്കിലാണ്? അതായത് കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസിന്റെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിട്ടാണ് കമ്മീഷൻ കൊടുക്കുന്നതെങ്കിൽ കമ്മീഷനും നമ്മൾ സാലറിയുടെ ഭാഗമായിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ ഈ DA ഉണ്ടെങ്കിൽ അത്, കമ്മീഷൻ ഉണ്ടെങ്കിൽ അത്, ബേസിക് സാലറി ഉണ്ടെങ്കിൽ അത്, ഇത് 3ഉം കൂടെ കൂട്ടിയിട്ട്
ഇപ്പൊ ക്വസ്റ്റ്യനിൽ ബേസിക് സാലറി മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് മാത്രം മതി. അപ്പൊ 3 മാസത്തെ സാലറി അതിനെ എത്ര ഇയർ ആണ് ഇയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്? 10 വർഷമാണ് ഇയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യും? 3 × 10 അല്ലെ, സോറി 3 മാസത്തെ സാലറി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നതിനനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ 10 വർഷമാണ് അയാൾ കംപ്ലീറ്റ് ചെയ്ത സർവീസ്. ഓക്കെ, ദെൻ റിമൈനിങ് മന്ത് ഓഫ് സർവീസ് അല്ലെ. ഇവിടെ ഇനി അയാള് യഥാർത്ഥത്തിൽ അയാൾ 60 വയസ്സ് വരെ അവിടെ വളണ്ടറി റിട്ടയർമെന്റ് എടുക്കാതെ അയാൾ നിൽക്കുകയായിരുന്നുവെങ്കിൽ അയാൾക്ക് ഇനി എത്ര വർഷത്തെ കാലാവധിയും കൂടെ ഉണ്ടായിരുന്നു? 20 വർഷത്തെ കാലാവധിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ നമ്മൾ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പോ 1 വർഷം എന്ന് പറയുമ്പോൾ 12 മാസമാണ്. അങ്ങനെ 20 വർഷത്തിലെ നമ്മൾ എത്ര മന്ത് ഉണ്ട് എന്ന് നമ്മൾ അങ്ങനെ മന്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അയാൾക്ക് അറ്റ് ദി ടൈം ഓഫ്, അതായത് ആ റിട്ടയർമെന്റ് ചെയ്യുന്ന ആ മാസത്തെ സാലറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ മാക്സിമം ലിമിറ്റ് എത്രയാണ്? 5 lakh. അപ്പൊ ഈ 4 എമൗണ്ടിൽ നിന്ന് ഏറ്റവും ചെറുത് ഏതാണോ അതാണ് നമ്മുടെ വളണ്ടറി റിട്ടയർമെന്റിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള പോർഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ബേസിക് സാലറി സാലറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബേസിക് സാലറി പ്ലസ് DP പ്ലസ് DA പ്ലസ് കമ്മീഷൻ. അപ്പൊ ഇങ്ങനെയാണ് വളണ്ടറി റിട്ടയർമെന്റിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് എക്സംപ്റ്റഡ് പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വളണ്ടറി VRSന്റെ ഒക്കെ പ്രോബ്ലംസ് വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ ടെക്സ്റ്റിൽ. നിങ്ങൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഗ്രാറ്റുവിറ്റി, പെൻഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. അഡ്വാൻസ് സാലറി. അഡ്വാൻസ് സാലറി നമ്മൾ ഓൾറെഡി ഈ സാലറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാലറി ഡ്യൂ ആവുന്ന സമയത്ത് അല്ലെ, അതായത് ഡ്യൂ ആവാന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനുവരിയിലുള്ള ഒരു സാലറി കിട്ടാനുള്ള സമയമായിട്ടുണ്ട്. അത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അതിന് ടാക്സ് കൊടുക്കേണ്ടി വരുമെന്ന്. അതായത് അഡ്വാൻസ് സാലറി എന്ന് പറഞ്ഞാൽ അപ്പം എന്താ? നമുക്ക് സാലറി ഡ്യൂ ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്? സാലറി കിട്ടുകയാണ് അല്ലെ. അതായത് മുൻകൂട്ടി സാലറി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡ്വാൻസ് സാലറി എന്ന് വിളിക്കുന്നത് അല്ലെ. അതായത് സാലറി ഡ്യൂ ആയിട്ടൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരിയിലുള്ള സാലറി ഡിസംബറിൽ തന്നെ കിട്ടുക, ഡ്യൂ ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് സാലറി എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്? അത് നമുക്ക് അതിൻ്റെ മുകളിൽ ആ ഒരു വർഷം ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇൻകം ടാക്സിന്റെ കണക്കില് ഡ്യൂ ആവുന്നത്, അതായത് ഇപ്പോ നമുക്ക് സാലറി എപ്പോഴാണ് ടാക്സ് ലയബിലിറ്റി ആവുക? ഒന്നാമത്തത് സാലറി ഡ്യൂ ആയാൽ, അതായത് കിട്ടാനുള്ള സമയമായിട്ടുണ്ട്, അത് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല. ഡ്യൂ ആയിട്ടുണ്ടോ, അത് കിട്ടിയാലും ഇല്ലെങ്കിലും ആ സാലറിക്ക് മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഡ്യൂ ആവാത്തതിന് മുന്നേ നമുക്ക് സാലറി കിട്ടുക. അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് ഡ്യൂ ആയിട്ടുണ്ടോ, സമയമായിട്ടുണ്ടോ നോക്കും. അല്ലെങ്കിൽ സമയമാവാത്തതിന് മുന്നേ നമുക്ക് സാലറി കിട്ടി, ടൈം ആവാത്തതിന് മുന്നേ നമുക്ക് അഡ്വാൻസ് ആയിട്ട് സാലറി കിട്ടി. ഇവിടെ ഡ്യൂ ആയിട്ട് അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത്? ഡ്യൂ ആയി, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് സാലറി കിട്ടാനുള്ള സമയമൊക്കെ ആയി, പക്ഷെ കിട്ടിയിട്ടില്ല. ഓക്കെ, ദെൻ എന്താണ് ഇവിടെ നെക്സ്റ്റ് കേസിൽ അഡ്വാൻസ് ആയിട്ട് സാലറി കിട്ടി. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതിനെ പ്രാധാന്യമുള്ളൂ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോ ഡ്യൂ ആവാത്തതിന് മുന്നേ നമുക്ക് സാലറി കിട്ടിയാലും നമ്മൾ ടാക്സ് കൊടുക്കണം, ഡ്യൂ ആയിട്ടും നമുക്ക് സാലറി കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ആ വർഷം ആ ഒരു സാലറിക്ക് മുകളിൽ ടാക്സ് കൊടുക്കണം. അപ്പൊ ഇൻകം ടാക്സ് പ്രകാരം എപ്പോഴാണ് സാലറി ടാക്സബിൾ ആവുന്ന സിറ്റുവേഷൻ? അതായത് സാലറി ഡ്യൂ ആയാൽ അത് ലഭിച്ചോ ഇല്ലയോ എന്ന് നോക്കില്ല, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് സാലറി ലഭിച്ചു, അല്ലെങ്കിൽ നമുക്ക് സാലറി കിട്ടി, അത് ഡ്യൂ ആയോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല. ഇതിലേതാണ് ആദ്യം സംഭവിക്കുന്നത്? ഡ്യൂ ആവുന്ന ദിവസമാണോ അതോ ലഭിച്ച ദിവസമാണോ? അല്ലെ, അതായത് ഡ്യൂ ആവുന്ന ദിവസമാണോ? ഇപ്പൊ ഇവിടെ ഡ്യൂ ആയി പക്ഷെ സാലറി കിട്ടിയിട്ടില്ല, പക്ഷെ ടാക്സ് കൊടുക്കേണ്ടി വരും. അഡ്വാൻസ് ആയിട്ട് സാലറി കൊടുക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ്? ഡ്യൂ ആവാത്തതിന് മുന്നേ തന്നെ നമുക്ക് സാലറി കിട്ടി,
അല്ലെ? അപ്പൊ ഇൻകം ടാക്സിന്റെ കേസിൽ സാലറി ടാക്സബിൾ ആകുന്നത് എങ്ങനെയാണ്? ഡ്യൂ ആവുകയോ അല്ലെങ്കിൽ സാലറി കിട്ടുകയോ, ഇതിലേതാണോ ആദ്യം സംഭവിച്ചത് അതാണ് നോക്കുന്നത്. അല്ലെ? ഇപ്പൊ ഇവിടെ ഡ്യൂ ആയി സാലറി കിട്ടിയില്ല, ഡ്യൂ ആയിട്ടും സാലറി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം സംഭവിച്ചത് എന്താണ്? കിട്ടാനുള്ള സമയമായി, ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷെ സാലറി ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ആദ്യം ഏതാണ്? ഡ്യൂ ആയി എന്നുള്ളതാണ്. സോ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഈ അഡ്വാൻസ് സാലറിന്റെ കേസിൽ എന്താ സംഭവിച്ചത്? സാലറി കിട്ടി പക്ഷെ ഡ്യൂ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഡ്യൂ ആവുകയോ അല്ലെങ്കിൽ സാലറി കിട്ടുകയോ, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതിന്റെ ബേസിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ബാധ്യതയാവുന്നത്? ടാക്സ് ബാധ്യതയാവുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് സാലറി കിട്ടിയാലും ഡ്യൂ ആവാതെ അഡ്വാൻസ് സാലറി കിട്ടിയാലും ഡ്യൂ ആയിട്ട് സാലറി കിട്ടാതിരുന്നാലും ഒക്കെ നമ്മൾ ടാക്സ് അണ്ടർ ദി ഹെഡ് സാലറീസിൽ നമ്മൾ ഈ സാലറിയെ കാണിച്ച് അതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ അപ്പോൾ ആ ഒരു കേസ് നിങ്ങൾ നോട്ട് ചെയ്യുക. ദെൻ അടുത്തൊരു ഭാഗം പറയുന്നതാണ് അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി. അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി അല്ലേ? അതായത് ഇപ്പോൾ അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി തൻ്റെ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുക. ഓക്കെ, എംപ്ലോയിക്ക് എന്തെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ലോൺ ആയിട്ട് ക്യാഷ് മേടിക്കാം. അപ്പോൾ എംപ്ലോയി ഈ ലോൺ എടുക്കുക എന്നുള്ളതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അടക്കുക അല്ലെ? ആ ഒരു തുക അടക്കുക. അതേപോലെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ എംപ്ലോയർക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ ലോൺ എടുത്ത തുക ഇങ്ങനെ അടച്ചു കൊടുക്കേണ്ടി വരും ഇല്ലേ? ഇനി ചിലപ്പോൾ ഈ എംപ്ലോയർ അതിന് ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നുണ്ടായിരിക്കാം അല്ലെ? ലോണ് കൊടുത്തതിന്റെ പകരമായിട്ട് ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട്, ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് വാങ്ങുന്നുണ്ടായിരിക്കാം. രണ്ടും നമുക്ക് സംഭവിക്കാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അതായത് ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് സാലറി ആയിട്ടല്ല ലോൺ ആയിട്ട് കുറച്ച് ക്യാഷ് വാങ്ങിക്കുകയാണെങ്കിൽ അത് നമ്മൾ ടാക്സബിൾ സാലറിയിൽ അല്ലെങ്കിൽ അണ്ടർ ദി ഹെഡ് സാലറിയിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യില്ല. അത് അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി എന്തിന് ഈക്വൽ ആണ്? ലോണിന് ഈക്വൽ ആണ്. സോ അത് ടാക്സബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. പിന്നെ പറയുന്നത് നമ്മൾ ഇപ്പൊ അഡ്വാൻസ് സാലറി നമുക്ക് പറഞ്ഞു, ഒരു എംപ്ലോയിക്ക് ആ വർഷം മുൻകൂട്ടി ഡ്യൂ ആവാത്തതിന് മുന്നേ തന്നെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് സാലറി കിട്ടി അല്ലെ? അഡ്വാൻസ് ആയിട്ട് സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഏത് വർഷമാണോ ഇങ്ങനെ അഡ്വാൻസ് സാലറി കിട്ടിയത് ആ വർഷം നമ്മൾ എന്താക്കും? അതിന്റെ മുകളിൽ ടാക്സ് ഈടാക്കുമെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇയാൾക്ക് ആ ഒരു വർഷം 12 മാസത്തെ സാലറി അല്ലെ? നമ്മളിപ്പോ എങ്ങനെയാണ് സാലറി ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2020 to 2021 അസസ്മെന്റ് ഇയറില് നമ്മൾ പ്രീവിയസ് ഇയറിലെ അതായത് 2020 to 2021 അസസ്മെന്റ് ഇയറിലെ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ഇയറിന്റെയാണ്? പ്രീവിയസ് ഇയർ 2019 to 2020 ആണ് അല്ലെ? അപ്പോൾ ഈ ഒരു 12 മാസം അല്ലെ? അതായത് 12 മാസം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 1st April 2019 to 31st March 2020 അല്ലെ? ഈ ഒരു 12 മാസത്തെ സാലറി പ്ലസ് ഇയാൾക്ക് അഡ്വാൻസ് ആയി കിട്ടിയ സാലറി, അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ എമൗണ്ടിന്റെ മുകളിൽ അയാൾ എന്തടക്കേണ്ടി വരും? ടാക്സ് അടക്കേണ്ടി വരും. അപ്പൊ ഈ ചില അസസിക്ക് അല്ലെങ്കിൽ ചില എംപ്ലോയിക്ക് അതൊരു ബാധ്യതയായി മാറും. കാരണം ഹെവി എമൗണ്ട് ആയി മാറും. കാരണം 12 മാസത്തെ സാലറിന്റെ ഒപ്പം തന്നെ അഡ്വാൻസ് ആയി കിട്ടിയിട്ടുള്ള സാലറിക്ക് മുകളിലും ടാക്സ് അടക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഹെവി എമൗണ്ട് ആയി മാറും. അങ്ങനെ ഒരു ഹെവി എമൗണ്ട് ആയി മാറുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താകാം? അയാൾക്ക് റിലീഫിന് മീൻസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അയാൾക്ക് സെക്ഷൻ 89 പ്രകാരമുള്ള റിലീഫ് അയാൾക്ക് ഡിമാൻഡ് ചെയ്യാം. അങ്ങനെ അയാൾക്ക് റിലീഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻസ് സാലറി, അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി എന്നുള്ള ഭാഗത്ത് വരുന്നത്.
അപ്പൊ അഡ്വാൻസ് സാലറി എന്താണ്? സാലറി, ഇൻകം ടാക്സ് ആക്ട് അണ്ടർ ദി ഹെഡ് സാലറിയുടെ അണ്ടറിൽ ടാക്സ് കൊടുക്കേണ്ട, ടാക്സ് അടക്കാൻ ബാധ്യതയുള്ള ഒരു ഐറ്റമാണ്. മുൻകൂട്ടി നമുക്ക് സാലറി കിട്ടി, അതായത് നമുക്ക് ഡ്യൂ ആവാതെ തന്നെ അതിന് മുന്നേ തന്നെ നമുക്ക് സാലറി കിട്ടി അല്ലേ? അപ്പൊ അത് ആ ഒരു വർഷം, ഏത് വർഷമാണോ അഡ്വാൻസ് സാലറി കിട്ടിയത് ആ വർഷത്തെ ടാക്സബിൾ സാലറിയിൽ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലോണിന് ഈക്വൽ ആണ്. അപ്പൊ അത് എന്താ നമ്മുടെ ടാക്സബിൾ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്? ഈ ലോൺ എടുത്ത തുക നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ എംപ്ലോയർക്ക് അടക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തി അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ ഓക്കെ അടുത്തൊരു ഭാഗമാണ് അലവൻസസ്. അലവൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു എംപ്ലോയി അതായത് ആ ഒരു സ്ഥാപനത്തിൽ അയാൾ വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പല രീതിയിലുള്ള അലവൻസസുകൾ ഈ എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അല്ലേ? അതായത് അയാൾ ആ ഒരു അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആ ഒരു സർവീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എംപ്ലോയർ പല ടൈപ്സ് ഓഫ് അലവൻസസ് ഈ എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഇത് എന്താണ്? നമ്മളിപ്പോൾ ഒരു എന്താ നമുക്കറിയാം എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് വഴി എംപ്ലോയറിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടുന്ന ഏത് ടൈപ്പ് ഓഫ് അലവൻസസും നമ്മൾ അണ്ടർ ദി ഹെഡ് സാലറിയുടെ അണ്ടറിൽ ടാക്സബിൾ ആയിട്ട് ടാക്സബിൾ ഐറ്റം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ഭാഗങ്ങളിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ അലവൻസസ് എന്ന് പറയുമ്പോൾ ഓൾ മോണിറ്ററി പേയ്മെന്റ് മെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി അല്ലേ? അതായത് സാലറിക്ക് പുറമെ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാ മോണിറ്ററി പേയ്മെന്റിനെയും നമ്മൾ എന്ത് വിളിക്കും? അലവൻസസ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ചില കേസുകളിൽ എംപ്ലോയി ചിലപ്പോൾ അയാൾ എന്തെങ്കിലും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് തന്നെ ചിലപ്പോൾ ക്യാഷ് ഇറക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അയാൾ എന്ത് ചെയ്യും? ആ ക്യാഷ് ഇറക്കിയതിന്റെ ആ തുക പിന്നീട് അത് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യും അല്ലെ? അല്ലെങ്കിൽ തിരിച്ചു വാങ്ങും. അങ്ങനെയൊക്കെയുള്ള കേസുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? അലവൻസസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അലവൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു എംപ്ലോയി അയാൾ ചെയ്ത സർവീസിന്റെ ഭാഗമായിട്ട് എല്ലാ മോണിറ്ററി ബെനഫിറ്റ്സും അല്ലെ, ഏത് മോണിറ്ററി ബെനഫിറ്റ് ആയിട്ട് സാലറിക്ക് പുറമെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അലവൻസസ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഈ അലവൻസസിനെ നമുക്ക് 3 രീതിയിൽ തരംതിരിക്കാം. അതായത് ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസ് ഉണ്ട്, പാർഷ്യലി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസ് ഉണ്ട്, ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസസും ഉണ്ട്. ഇപ്പൊ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഫുള്ളി ടാക്സബിൾ അലവൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇത്തരം അലവൻസസുകൾ ഒരു എംപ്ലോയിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ മുകളിൽ ആ അലവൻസിന്റെ മുകളിൽ ഫുള്ളായിട്ടും ടാക്സ് കൊടുക്കേണ്ടി വരും, ഒരു ഭാഗവും ഒഴിവാക്കുന്നില്ല അല്ലേ? അതായത് ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന് പറയുമ്പോൾ ഫുള്ളി ടാക്സബിൾ അലവൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അത്തരത്തിലുള്ള അലവൻസസ് ഫുള്ളായിട്ടും സാലറി ഇൻകത്തിൽ ഉൾപ്പെടുത്തി അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പം ഏതൊക്കെയാണ് ഈ ഫുള്ളി ടാക്സബിൾ അലവൻസസ്? ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് DA കൊടുക്കുകയാണ്, ഡിയർനെസ് അലവൻസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡിയർനെസ് പേ കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ഒരു അലവൻസ് ആണ്. നമ്മൾ അതിനെ മുഴുവനായിട്ടും സാലറി ഹെഡിൽ അല്ലെങ്കിൽ ഗ്രോസ് സാലറിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ മെഡിക്കൽ അലവൻസസ്, അതുപോലെ തന്നെ ടിഫിൻ അലവൻസസ്, സെർവൻ്റ് അലവൻസസ്, നോൺ പ്രാക്ടീസിങ് അലവൻസസ്, അതുപോലെ തന്നെ വാർഡൻ അലവൻസസ്, ഡെപ്യൂട്ടേഷൻ അലവൻസസ്, ഓവർ ടൈം അലവൻസസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസസ്, പിന്നെ മറ്റുള്ള അലവൻസസുകൾ, അതായത് ഇപ്പോൾ ഷിഫ്റ്റ് അലവൻസസ്, മാരേജ് അലവൻസസ്, പ്രൊജക്റ്റ് അലവൻസസ്. ഇപ്പം നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റിൽ നമുക്കൊരു ടേബിൾ കാണാം. അതിൽ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്, ഫുള്ളി ടാക്സബിൾ അലവൻസ്, പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ്, അങ്ങനെ ഒരു 3
ടൈപ്പ് ഓഫ് അലവൻസസ് ഏതൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ് അല്ലേ. ഡിയർനെസ് പേ, ഡിയർനെസ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, സെർവൻ്റ് അലവൻസ്, ഡെപ്യൂട്ടേഷൻ അലവൻസ്, വാർഡൻ അലവൻസ്, ഓവർ ടൈം അലവൻസ്, മാരേജ് അലവൻസ്, പ്രൊജക്ട് അലവൻസ്, ഷിഫ്റ്റ് അലവൻസ്, അങ്ങനെ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള അലവൻസ് ഒരു എംപ്ലോയിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയർ ഒരു 10,000 മാരേജ് അലവൻസ് ആയിട്ട് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒന്നും ഒഴിവാക്കുന്നില്ല. അത് മൊത്തത്തിൽ ആ 10,000 മൊത്തം നമ്മൾ ഗ്രോസ് സാലറിയിലേക്ക് ആഡ് ചെയ്യുന്നു. അതിന് മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഡിയർനെസ് അലവൻസ്, DP അലവൻസ്, അങ്ങനെ മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്. അപ്പോൾ ഇതാണ് ഫുള്ളി ടാക്സബിൾ അലവൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്തരം അലവൻസസുകൾ മുഴുവനായിട്ടും ഗ്രോസ് സാലറിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസോ അല്ലെങ്കിൽ പാർഷ്യലി ടാക്സബിൾ അലവൻസ് ആണെങ്കിലോ, ഇവിടെ നമ്മൾ ഇത്തരം അലവൻസസുകൾക്ക് ഇപ്പോൾ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് HRA, ഹൗസ് റെന്റ് അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ട്രാവൽ അലവൻസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ അലവൻസ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 40 ക്ലോസ് 2 അല്ലെ. താഴെ പറയുന്ന സെക്ഷൻ 10 സബ്സെക്ഷൻ 40 ക്ലോസ് 2ൽ പറയുന്ന സ്പെഷ്യൽ അലവൻസസ്, അതായത് ഇപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഹോസ്റ്റൽ അലവൻസസ്, അതുപോലെ തന്നെ കോമ്പോസിറ്റ് ഹിൽ അലവൻസ്, ട്രൈബൽ ഏരിയ അലവൻസ്, അലവൻസസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ടു ആൻ എംപ്ലോയി ഓഫ് ദി ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ വൈൽ ഓൺ ഡ്യൂട്ടി ഡ്യൂറിംഗ് ദി റണ്ണിംഗ് ഓഫ് സച്ച് ട്രാൻസ്പോർട്ട്. അതുപോലെ തന്നെ ബോർഡർ ഏരിയ, റിമോട്ട് ഏരിയ അലവൻസ്, ഡിഫിക്കൽട്ട് ഏരിയ, ഡിസ്ട്രിബ്യൂട്ടഡ് ഏരിയ അലവൻസസ്. അപ്പോൾ ഇതൊക്കെയാണ് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസ്. അപ്പോൾ ഇവിടെ നമുക്ക് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു എംപ്ലോയിക്ക് എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് ഇപ്പോൾ ഒരു മന്ത്ലി ഒരു 10,000 രൂപ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ ഇയർലി എത്ര രൂപ കിട്ടും? ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് 10,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പൊ ഇയർലി എന്താണ് 1,20,000 എന്ത് കിട്ടുന്നുണ്ട്? ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 1,20,000 മുകളിൽ മൊത്തം നമ്മൾ ടാക്സ് കൊടുക്കണ്ട. നമ്മൾ ഗ്രാറ്റുവിറ്റിയും അതുപോലെ തന്നെ പെൻഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ഇതിനെന്തുണ്ട്, ചെറിയൊരു ഭാഗം എക്സംപ്റ്റഡ് ആണ്. അതായത് ഇപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസസിൽ ഒരു കുട്ടിക്ക് പെർ മന്ത് 100 വെച്ചിട്ട് എക്സംപ്റ്റഡ് ആണ്. അതായത് മാസം 100 വെച്ചിട്ട്, അപ്പോൾ ഒരു വർഷം 12,000 രൂപ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഈ 1,20,000 നിന്ന് ഈ 12,000 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അതായത് ഇതാണ് എക്സംപ്റ്റഡ് പോർഷൻ. അതായത് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇത്തരം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ HRA അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ട്രാവൽ അലവൻസ്, ഇങ്ങനെയുള്ള അലവൻസസുകളൊക്കെയാണ് എന്ത്, പാർഷ്യൽ അലവൻസ്, പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇത്തരം അലവൻസുകൾക്ക് മുഴുവനായിട്ടും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട, അതിന്റെ ഒരു ഭാഗം എക്സംപ്റ്റഡ് ആണ്, ടാക്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കിയ ഭാഗം കിഴിച്ച് ബാക്കിയുള്ള എമൗണ്ടിന്റെ മുകളിൽ ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ. ദെൻ മൂന്നാമത്തെ അലവൻസ് ആണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഈ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസിൽ ഉൾപ്പെടുന്നത് നോക്കൂ, കൺവേയൻസ് അലവൻസ്, ഫോറിൻ അലവൻസ്, അലവൻസ് ടു ഹൈക്കോർട്ട് ജഡ്ജസ്, allowance from UNO special allowances unified under section 10 subsection 14 clause 1. അതായത് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 14 ക്ലോസ് 1 ടൂർ അലവൻസ്, ഡെയിലി അലവൻസ്, കൺവേയൻസ് അലവൻസ് ഫോർ പെർഫോമൻസ് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി, ഹെൽപ്പർ അലവൻസ്, അക്കാദമിക് അലവൻസ്, യൂണിഫോം അലവൻസ്, ഇതൊക്കെയാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഇത്തരം അലവൻസുകളാണ് ഒരു എംപ്ലോയിക്ക് കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ മുകളിൽ ഈ എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഗ്രോസ് സാലറിയിലേക്ക് ആഡ് ചെയ്യേണ്ട.
അപ്പൊ നോക്കി നോക്കൂ, ഇവിടെ ഫുള്ളി ടാക്സബിൾ അലവൻസ്, പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇപ്പോൾ ഫുള്ളി ടാക്സബിൾ അലവൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈസിയാണ്, നമുക്കൊന്നും ചെയ്യണ്ട, ആ അലവൻസ് അതുപോലെ ഇങ്ങോട്ട് എടുത്ത് ഗ്രോസ് സാലറിയിലേക്ക് ആഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് തന്നാലും നമുക്ക് ഈസി ആയിരിക്കും. കാരണം എന്താ, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് നമുക്ക് ടാക്സ് കൊടുക്കേ വേണ്ട, ഇത്തരം അലവൻസസുകൾക്ക് നമുക്ക് ടാക്സ് കൊടുക്കേ വേണ്ട, അത് ഗ്രോസ് സാലറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യുകയും വേണ്ട. നമുക്ക് പ്രോബ്ലം വരുന്നത് എവിടെയാണ്, പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് ആണ് അല്ലെ. അതായത് ഇതില് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസിന്റെ പ്രത്യേകത എന്താണ്, കുറച്ച് ഭാഗം മാത്രം ടാക്സ് കൊടുക്കണം, കുറച്ച് ഭാഗം മാത്രം എക്സംപ്ഷൻ കിട്ടും ചെയ്യും. അപ്പൊ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസിന്റെ എക്സംപ്റ്റഡ് പോർഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടി വരുന്ന പാർട്ട്. ഓക്കെ, അപ്പൊ ഇനി നോക്കി നോക്കാം നമുക്ക് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസ് അല്ലെ. നമ്മൾ പഠിച്ചു എന്ത്, പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസുകൾ നമ്മൾ ഒരു പാർട്ടിന് അല്ലെ, പാർഷ്യലി എക്സംപ്റ്റഡ് ഒരു ചെറിയ ഭാഗം എന്താണ്, ടാക്സ് എക്സംഷൻ കിട്ടും, റിമൈനിങ് പാർട്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. അതിൽ ഒന്നാമത്തതാണ് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് HRA, ഹൗസ് റെന്റ് അലവൻസ്. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് HRAയുടെ കാൽക്കുലേഷൻ. അപ്പൊ നമുക്കറിയാം HRA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. അതായത് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് HRA കൊടുക്കുന്നുണ്ടെങ്കിൽ, ഹൗസ് റെന്റ് അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് അയാള് മുഴുവൻ എത്രയാണോ അലവൻസ് കൊടുക്കുന്നത് അതിന്റെ മുകളിൽ മൊത്തത്തിൽ ടാക്സ് കൊടുക്കേണ്ട, എന്താണ്, സം പാർട്ട് എക്സംപ്റ്റഡ് ആണ്, ബാക്കി റിമൈനിങ് പാർട്ടിന് മാത്രം എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ ഏതാണ് ആ സം പാർട്ട് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് പാർട്ട് ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പൊ നോക്കി നോക്കാം, ഹൗസ് റെന്റ് അലവൻസ് HRA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, HRA എന്ന് പറഞ്ഞാല് സാധാരണ എംപ്ലോയി എന്ത് ചെയ്യും, എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ഹൗസ് റെന്റ് അലവൻസ് അല്ലെ, അതായത് എന്താ അതായത് ഈ എംപ്ലോയിയുടെ താമസ ചെലവിന് വേണ്ടിയിട്ടുള്ള അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ അതിനൊരു അലവൻസ് കൊടുക്കും അല്ലെ. ഹൗസ് റെന്റ് മീറ്റ് ചെയ്യാൻ, ഹൗസ് റെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എന്ത് ചെയ്യും, ഒരു അലവൻസ് കൊടുക്കും. അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, HRA, ഹൗസ് റെന്റ് അലവൻസ് അല്ലെ. എംപ്ലോയി ഈ ഹൗസിന് റെന്റ് കൊടുക്കണം, ആ റെന്റ് കൊടുക്കുന്നതിന് അത് എന്താണ്, അയാൾക്ക് ആ ഒരു ഭാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എന്ത് ചെയ്യും, ഒരു അലവൻസ് കൊടുക്കും അല്ലെ, ഇയാളുടെ ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ HRA, ഹൗസ് റെന്റ് അലവൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു HRA എന്താണ്, അതൊരു പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് ആണ് അല്ലെ. പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറഞ്ഞാല് അതിന്റെ സം പാർട്ട്, ഒരു ഭാഗം എന്താണ്, ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ള ഭാഗത്തിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് ഒരു ഇയർലി ഒരു 1 lakh rupees കൊടുത്തു എന്ന് വിചാരിച്ചോ, ഇയർലി ഒരു 1 lakh rupees കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് ആണ് HRA എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ എന്താണ്, 1 lakhന്റെ മുകളിൽ മൊത്തം നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഇതിന്റെ ഒരു ഭാഗം എക്സംപ്റ്റഡ് ആണ്, ആ ഭാഗം നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും നോക്കൂ, ലീസ്റ്റ് ഓഫ് ദി ഫോളോവിങ് ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. താഴെ തന്നിട്ടുള്ള 3 എമൗണ്ടുകളിൽ നിന്ന് ഏറ്റവും ചെറുത് ഏതാണോ അതാണ് HRA അലവൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള പോർഷൻ. ഓക്കെ, അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും, ഏതൊക്കെയാണ് ആ 3 എമൗണ്ട്. ഒന്നാമത്തതാണ് ആക്ച്വൽ HRA റിസീവ്ഡ്. എത്ര രൂപയാണ് എംപ്ലോയർ എംപ്ലോയിക്ക് ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കുക. അപ്പൊ ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ടായിരിക്കും, ആക്ച്വൽ HRA റിസീവ്ഡ് അല്ലെ. അതായത് ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്തിട്ടുള്ള ആക്ച്വൽ HRA എത്രയാണെന്ന് നോക്കുക. രണ്ടാമത്തത് റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി ഡ്യൂ ടു ഹിം ഇൻ റെസ്പെക്ട് ഓഫ് ദി റെലവന്റ് പീരിയഡ് അല്ലെ. അതായത് ഇപ്പോ ഈ എംപ്ലോയി അടക്കുന്ന റെന്റ് പെയ്ഡ്, ഓക്കെ, ഇതിപ്പോ എംപ്ലോയി അടക്കുന്ന എംപ്ലോയർ അടക്കുന്ന റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയി ആണ് റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയി അടക്കുന്ന റെന്റ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി.
അതായത് ആ ഒരു പീരീഡില് അയാൾക്ക് കിട്ടിയ സാലറിയുടെ ആ ഒരു പീരീഡില് എംപ്ലോയിക്ക് കിട്ടിയ സാലറിയുടെ 10%ന്റെ എത്ര കൂടുതലാണ് എംപ്ലോയി അടച്ചിട്ടുള്ള റെന്റ്. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. 50% ഓഫ് സാലറി ഡ്യൂ ടു ഹിം ഇഫ് ദി അക്കോമഡേഷൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് മുംബൈ, കൊൽക്കത്ത, ഡൽഹി ഓർ ചെന്നൈ. അതായത് ഈ എംപ്ലോയി നിൽക്കുന്ന ഈ അക്കോമഡേഷൻ, ഈ ഒരു വീട്, ഈ ഹൗസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുക. അത് മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ, ഈ 4 സ്ഥലങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ. ഈ 4 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഇയാളുടെ അക്കോമഡേഷൻ എങ്കിൽ അയാളുടെ സാലറിയുടെ 50% നോക്കുക. ഇനി ഇവിടെ ഈ 4 സ്ഥലങ്ങളിലും അല്ല, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ സാലറിയുടെ 40% നോക്കുക. അപ്പം എവിടെയാണ് ഈ എംപ്ലോയിയുടെ അക്കോമഡേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 സ്ഥലങ്ങളിൽ മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ, ഈ 4 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ സാലറിയുടെ 50% നോക്കേണ്ടത്. ഇനി ഇതിന് പുറമെ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് എങ്കിൽ എത്രയാണ്? സാലറിയുടെ 40% ആണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹൗസ് റെന്റ് അലവൻസിന്റെ എക്സംപ്റ്റഡ് പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3 എമൗണ്ടിൽ ഏതാണോ ലീസ്റ്റ് എമൗണ്ട് അതായിരിക്കും ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഭാഗം. ബാക്കിയുള്ള റിമൈനിങ് പാർട്ടിന് നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ HRAയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മിസ്റ്റർ എക്സ് റിസൈഡ്സ് ഇൻ ചെന്നൈ. അപ്പോൾ എവിടെയാണ് അയാൾ താമസിക്കുന്നത് എന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇയാൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഇയാൾക്ക് ബേസിക് സാലറി ആയിട്ട് 3,80,000 രൂപ കിട്ടിയിട്ടുണ്ട് ആ വർഷം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഓക്കെ പറയാം. ദെൻ ഹി ഓൾസോ ഗെറ്റ് 1,20,000 ആസ് HRA. ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് എംപ്ലോയർ ഇയാൾക്ക് 1,20,000 രൂപയുടെ HRA കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് ദി റെന്റ് പെയ്ഡ് ബൈ ഹിം. എംപ്ലോയി ആ വീടിന് അക്കോമഡേഷൻ അടച്ച തുക എന്ന് പറയുന്നത് 95,000 ആണ്. കാൽക്കുലേറ്റ് എക്സംപ്റ്റ് ആൻഡ് ടാക്സബിൾ HRA. അപ്പൊ നമുക്കറിയാം 3 എമൗണ്ടുകളിൽ നിന്ന് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അതാണ് എക്സംപ്റ്റഡ് പോർഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഏതാണ് 3 എമൗണ്ടുകൾ ഏതാണ്? ഫസ്റ്റത്തത് ആക്ച്വൽ HRA റിസീവ്ഡ് അല്ലേ? ആക്ച്വൽ HRA ഇയാൾക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 1,20,000 ആണ്. ഓക്കെ, അപ്പോൾ ഒരു എമൗണ്ട് കിട്ടി, 1,20,000 ആണ് ആക്ച്വൽ HRA. ദെൻ അടുത്തത് എന്താ പറയുന്നത്? എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. അതെ, അതായത് ഇയാളുടെ 10% ഓഫ് സാലറിയുടെ എത്ര എക്സസ് ഉണ്ട് ഇയാൾ അടച്ച റെന്റ്, എത്ര കൂടുതലാണ് ഇയാൾ അടച്ച റെന്റ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇയാളുടെ 10% ഓഫ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ സാലറി എന്ന് നമ്മൾ എടുക്കുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ക്വസ്റ്റ്യനില് ബേസിക് സാലറി എന്തായാലും തന്നിട്ടുണ്ടായിരിക്കും. DA എടുക്കുമ്പോൾ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് സാലറിയിൽ ഉൾപ്പെടുത്തും. ദെൻ കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ ഇതാണ് HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മീനിങ് ഓഫ് സാലറിയിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ബേസിക് സാലറി, DA, കമ്മീഷൻ. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനില് എന്തു മാത്രമേ തന്നിട്ടുള്ളൂ? DA ഒന്നും തന്നിട്ടില്ല, കമ്മീഷനും തന്നിട്ടില്ല അല്ലേ? ഇനിയിപ്പോൾ DA തന്നാലും അല്ലെങ്കിൽ കമ്മീഷൻ തന്നാലും നോക്കേണ്ടത് DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബേസിക് സാലറി മാത്രമേ തന്നിട്ടുള്ളൂ. അത് എത്രയാണ്? 3,80,000 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് ഈസി ആയിട്ട് കാണാം. ഇതിന്റെ 10% കാൽക്കുലേറ്റ് ചെയ്യാം. 3,80,000ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും? 38,000 രൂപ ഉണ്ടായിരിക്കും അല്ലേ?
ഈ 38,000 രൂപയുടെ എത്ര കൂടുതലാണ്, 38,000 രൂപ കിഴിച്ച് ബാക്കി എത്ര കൂടുതലാണ് ഇയാൾ അടച്ച റെന്റ്? നോക്കി നോക്കൂ, ഇയാള് ഈ എംപ്ലോയി അടച്ച റെന്റ് 95,000 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ എക്സസ് റെന്റ് അല്ലെ, കൂടുതൽ ഇയാൾ അടച്ച റെന്റ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 95,000 മൈനസ് 38,000 അല്ലെ, ഇയാളുടെ സാലറിയുടെ 10% സാലറിയുടെ എത്ര കൂടുതലാണ് ഇയാൾ അടച്ച തുക? 95,000 മൈനസ് 38,000 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 57,000 കിട്ടും. ഓക്കെ, ദെൻ ഇനി അടുത്ത കേസ് നോക്കേണ്ടത്, ഇയാൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ അല്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഈ മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ ഈ 4 സ്ഥലങ്ങളിലാണെങ്കിൽ സാലറിയുടെ 50% എടുക്കണം അല്ലേ. 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ് ഓഫ് സാലറി അല്ലേ. ഇനി വേറൊരു സ്ഥലത്താണെങ്കിലോ 40% ഓഫ് സാലറി അല്ലേ. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ചെന്നൈയിലാണ് താമസിക്കുന്നത് എന്ന്. നേരെ മറിച്ച് ഇവിടെ കേരളത്തിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാലോ, അപ്പൊ നമ്മൾ എന്താ എടുക്കുക? സാലറിയുടെ 40% എടുക്കുക. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചെന്നൈയിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3,80,000 50% അല്ലെങ്കിൽ ഹാഫ് കണ്ടാൽ മതി അല്ലെ. ഹാഫ് ഈക്വൽ അല്ലേ, അതായത് 3,80,000 ഹാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 1,90,000 കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ 3 എമൗണ്ടും കമ്പയർ ചെയ്യാം. ഈ 3 എമൗണ്ടും കമ്പയർ ചെയ്യുമ്പോൾ 1,20,000, 57,000, 1,90,000 അല്ലെ. ഇതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണ്? 57,000 ആണ്. അപ്പൊ ഇതാണ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള പോർഷൻ. അപ്പൊ എക്സംപ്റ്റഡ് പോർഷൻ ഈസ് ഈക്വൽ ടു 57,000. ഇനി ടാക്സബിൾ പോർഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടാക്സബിൾ പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയാണ് ഇയാൾക്ക് HRA ആയിട്ട് കിട്ടുന്നത്? 1,20,000 അല്ലെ. ആക്ച്വൽ HRA ഇയാൾക്ക് കിട്ടുന്നത് 1,20,000 ആണ്. ഇതിൽ നിന്ന് 57,000 രൂപ ടാക്സിൽ നിന്ന് ഒഴിവാക്കി അല്ലെ. ടാക്സ് എക്സംപ്റ്റഡ് പോർഷൻ ആണ് അല്ലെ. അത് 57,000 നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള റിമൈനിങ് പാർട്ടാണ് എന്ത്? ടാക്സബിൾ പോർഷൻ ഓഫ് HRA. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്, അതായത് 63,000 63,000 മുകളിലാണ് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഹൗസ് റെന്റ് അലവൻസിന്റെ എക്സംപ്റ്റഡ് പോർഷനും ടാക്സ് പോർഷനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗമാണ് എന്റർടൈൻമെന്റ് അലവൻസ് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസുകളെ കുറിച്ചിട്ടാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസും ഫുള്ളി ടാക്സബിൾ അലവൻസും ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് എത്രയാണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് അങ്ങനെ അങ്ങോട്ട് ഫുള്ളി ടാക്സബിൾ ആണെങ്കിൽ ഫുള്ളായിട്ടും നമ്മൾ ഗ്രോസ് സാലറിയിലേക്ക് എടുക്കും. ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കും, എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വരുന്നത് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസിന്റെ കേസിലാണ്. പ്രോബ്ലം അല്ല, നമുക്കതിൽ എങ്ങനെയാണ് അതിന്റെ എക്സംപ്ഷൻ ലിമിറ്റ് തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തണം. അതിൽ നിന്ന് നമ്മൾ ആ എക്സംപ്റ്റഡ് പോർഷൻസ് ഒഴിച്ച് ബാക്കിയുള്ള റിമൈനിങ് പാർട്ടിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ HRA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു ഭാഗമാണ് എന്റർടൈൻമെന്റ് അലവൻസ്. എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇവിടെ ഒരു എംപ്ലോയി എന്താണ് ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു എംപ്ലോയിക്ക് നൽകുന്ന എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എക്സ്പെൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് അലവൻസ് എംപ്ലോയിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ആ ഒരു അലവൻസ് അല്ലെ, അതിനെയാണ് നമ്മൾ എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഈ എന്റർടൈൻമെന്റ് അലവൻസ് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു അതായത് എംപ്ലോയി എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എംപ്ലോയർ എന്തെങ്കിലും അലവൻസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. പക്ഷേ ഇത് പാർഷ്യലി എക്സംപ്റ്റഡ് ആണ് അല്ലെ. അതായത് മുഴുവനായിട്ടും ഇതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ട കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് അല്ലെ. ഒരു ഇളവ് ലഭിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ എന്റർടൈൻമെന്റ് അലവൻസിന്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇളവ് ലഭിക്കുക? അതായത് ആദ്യം നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് അലവൻസ് ആയിട്ട് ഒരു 10,000 ഒരു എംപ്ലോയിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ 10,000 ഫുള്ളായിട്ടും നമ്മൾ സാലറിയുടെ കൂട്ടുക
അതായത് ഫുള്ളി ടാക്സബിൾ അലവൻസ് എടുക്കുന്നത് പോലെ ഫുള്ളായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ സാലറിയുടെ ഗ്രോസ് സാലറിയുടെ കൂടെ അല്ലെങ്കിൽ സാലറി ഇൻകത്തിൽ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തുക. അതിനുശേഷം ചില കണ്ടീഷൻസ് പാലിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഡിഡക്ഷൻസ് കിട്ടും. ഓക്കെ, എന്റർടൈൻമെന്റ് അലവൻസസിന് കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് കിട്ടണമെങ്കിൽ എംപ്ലോയി കുറച്ച് കണ്ടീഷൻസ് പാലിക്കണം. ആ കണ്ടീഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചാപ്റ്റർ 6 എന്താണ്, അതായത് ഡിഡക്ഷൻ ഫ്രം സാലറി എന്ന ഹെഡില് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററുകളിലായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ എന്റർടൈൻമെന്റ് അലവൻസിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. എന്റർടൈൻമെന്റ് അലവൻസ് ഒരു പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. അതിന് മുഴുവൻ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസിന്റെ പ്രത്യേകത എന്താ, അത്തരം അലവൻസുകളുടെ മുകളിൽ മുഴുവനായിട്ടും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട, കുറച്ച് ഭാഗം നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പൊ എന്റർടൈൻമെന്റ് അലവൻസിന് എങ്ങനെയാണ് എക്സംഷൻ കിട്ടുക? നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, എന്റർടൈൻമെന്റ് അലവൻസ് മൊത്തം സാലറി ഇൻകത്തിൽ ഉൾപ്പെടുത്തുക. ദെൻ ഡിഡക്ഷൻസ്, ചില കണ്ടീഷൻസ് എംപ്ലോയി പാലിച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് അലവൻസസിന് അയാൾക്ക് കുറച്ച് ഡിഡക്ഷൻസ് കിട്ടും. അത് ആ ഡിഡക്ഷൻസ് അതിൽ നിന്ന് മൈനസ് ചെയ്യുക, കുറക്കുക. അപ്പൊ അതാണ് എന്റർടൈൻമെന്റ് അലവൻസസിന്റെ കേസ്. ദെൻ അടുത്ത ഭാഗം പറയുന്നത് എന്താണ്, ട്രാൻസ്പോർട്ട് അലവൻസ് അല്ലെ. ട്രാൻസ്പോർട്ട് അലവൻസ് അല്ലെ, ട്രാൻസ്പോർട്ട് അലവൻസും എന്താണ്, ഇതും ഒരു പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അസസ്മെന്റ് ഇയർ 2019-20 മുതൽ ട്രാൻസ്പോർട്ട് അലവൻസ് മുഴുവനായിട്ടും എന്താണ്, ടാക്സ് ഈടാക്കും. ഒരു ഫുള്ളി ടാക്സബിൾ ആയിട്ട് ഉൾപ്പെടുത്തും. അതായത് അസസ്മെന്റ് ഇയർ 2019-20 ഇയറിലെ ട്രാൻസ്പോർട്ട് അലവൻസ് എന്താണ്, അതുമുതൽ നമുക്ക് ട്രാൻസ്പോർട്ട് അലവൻസ് എന്താണ്, പൂർണ്ണമായിട്ടും ടാക്സ് കൊടുക്കേണ്ട ഒരു അലവൻസ് ആണ്. പക്ഷേ ചില ആൾക്കാർക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. അതായത് ഇപ്പോൾ ഈ വൈകല്യമുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് എന്ത് കിട്ടും, ടാക്സ് എക്സംഷൻ കിട്ടും. ഇപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഫ് ആയിട്ടുള്ള ഡംബ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള അല്ലെ, കണ്ണ് കാണാത്തവർക്ക്, കാഴ്ചയില്ലാത്തവർക്ക്, അതുപോലെ തന്നെ സംസാരിക്കാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ള പേഴ്സണ് ട്രാൻസ്പോർട്ട് അലവൻസിന് എക്സംഷൻ കിട്ടും. എത്ര രൂപ വരെയാണ് എക്സംഷൻ കിട്ടുക? മന്ത്ലി 3200 രൂപ വരെ അവർക്ക് എക്സംഷൻ കിട്ടും അല്ലെ. മന്ത്ലി 3200 രൂപ വരെ എക്സംഷൻ കിട്ടും അല്ലെ. അപ്പൊ അതായത് ഇപ്പൊ ഒരു എംപ്ലോയിക്ക്, അയാൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ്, അയാൾക്ക് ഇപ്പൊ ട്രാൻസ്പോർട്ട് അലവൻസ് ആയിട്ട് കമ്പനി മാസം ഒരു 5000 രൂപ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഇതില് 3200 രൂപ വരെ അയാൾക്ക് ടാക്സിൽ നിന്ന് ഇളവുണ്ട്. അപ്പൊ 5000-ൽ നിന്ന് ആ 3200 അങ്ങോട്ട് മൈനസ് ചെയ്ത് ബാക്കിയുള്ളതിന്റെ മുകളിൽ മാത്രം അയാൾക്ക് ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു അലവൻസ് കിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു എംപ്ലോയിക്ക് എന്ത് കിട്ടില്ല, ഈ ഒരു ട്രാൻസ്പോർട്ട് അലവൻസിന് എക്സംഷൻ കിട്ടില്ല. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്യണം. ദെൻ അടുത്ത് നോക്കാം സ്പെഷ്യൽ അലവൻസസ് അല്ലെ. സ്പെഷ്യൽ അലവൻസസ് നമ്മളിപ്പോ ഈ ചില ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്ത ചില അലവൻസുകൾക്ക് പൂർണ്ണമായോ അല്ലെങ്കിൽ എന്താണ് പാർഷ്യലായോ അല്ലെങ്കിൽ ഭാഗികമായോ ടാക്സിൽ നിന്ന് ഒഴിവ് ലഭിക്കും. അപ്പോൾ അതേതൊക്കെയാണ് ആ സ്പെഷ്യൽ അലവൻസസ്? ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ അലവൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. താഴെ പറയുന്ന അലവൻസുകൾക്ക് എന്താണ്, ഒരു പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസുകളാണ്. നോക്കി നോക്കാം എന്തൊക്കെയാണ് അലവൻസസുകൾ എന്നുള്ളത്. ഫസ്റ്റത്തേതാണ് സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഏരിയ അലവൻസ്. സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഏരിയ അലവൻസ്. അതേപോലെ തന്നെ ഇതില് പറയുന്നത് എന്താ, ഈ സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഏരിയ അലവൻസ്, ഹിൽ ഓൾട്ടിറ്റ്യൂഡ് അലവൻസ്, അൺകൺജീനിയൽ ക്ലൈമറ്റ് അലവൻസ്, സ്നോ ബൗണ്ട് ഏരിയ അലവൻസസ്, അലവാഞ്ച അലവൻസസ് അല്ലെ. ഇപ്പൊ ഈ പറഞ്ഞ താഴെയുള്ള അലവൻസുകളാണ് ഒരു എംപ്ലോയിക്ക് കിട്ടുന്നതെങ്കിൽ അവർക്ക് എന്തുണ്ട്, അവർക്ക് എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, കുറച്ച് ഇപ്പൊ ഈ പറഞ്ഞ ഏരിയകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള
അല്ലെ, കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ്. അതായത് ഇപ്പോ ഉയരം പ്രദേശങ്ങളാണ് അല്ലെ, എന്താണ് ഹിൽ ഏരിയ അലവൻസ് എന്നൊക്കെ പറഞ്ഞാല് വളരെ ഉയർന്ന പ്രദേശം, മഞ്ഞു മൂടിയ പ്രദേശം, അങ്ങനെയൊക്കെയുള്ള ഒരു വളരെയധികം ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ എംപ്ലോയി ജോലി ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയിക്ക് കിട്ടുന്ന അലവൻസസുകളാണിത്. അപ്പൊ ഇവിടെ എക്സംഷൻ ലിമിറ്റ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? 10,000 അല്ലെങ്കിൽ അതിൽ അധികം ഉയരമുള്ള പ്രദേശങ്ങളാണെങ്കിൽ. അപ്പൊ ഇവിടെ സ്പെഷ്യൽ അലവൻസ് കിട്ടുന്ന ഒരു അലവൻസ് ആണ് സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹിൽ ഏരിയ അലവൻസ്. ഇതിൽ വരും ഹൈ ഓൾട്ടിറ്റ്യൂഡ് അലവൻസ്, അൺകൺജീനിയൽ ക്ലൈമറ്റ് അലവൻസ്, സ്നോ ബൗണ്ട് ഏരിയ അലവൻസ്, അങ്ങനെയുള്ള കുറച്ച് ഏരിയകളിലാണ് ഈ എംപ്ലോയി അല്ലെങ്കിൽ ഈ എംപ്ലോയി ജോലി ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട് അല്ലെ. അയാൾ അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് എംപ്ലോയർ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള അലവൻസസുകൾ കൊടുക്കുന്നു. ഈ അലവൻസസുകൾ കൊടുക്കുന്നതിന് ടാക്സ് എക്സംഷൻ ഉണ്ട്. എങ്ങനെയാണ്? ഒരു എംപ്ലോയി ഇപ്പൊ ഇവിടെ 1000 മീറ്ററിൽ അധികം ഉയരമുള്ള ഒരു പ്രദേശത്താണ് ഇയാൾ ജോലി ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് അതിനുള്ള ഒരു അലവൻസ്, അത്തരം പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് എംപ്ലോയർ അലവൻസസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നതിന് ടാക്സ് എക്സംഷൻ ഉണ്ട്. മുഴുവനായിട്ടും എന്ത് കൊടുക്കണ്ട? ആ അലവൻസിന്റെ മുകളിൽ ടാക്സ് കൊടുക്കണ്ട അല്ലെ. അതായത് ഇപ്പോ 1000 മീറ്ററിന് മുകളിൽ അതിലധികം 1000 മീറ്ററിന് മുകളിലോ അല്ലെങ്കിൽ അതിലധികമോ ഉയരമുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ 300 പെർ മന്ത് വെച്ചിട്ട് ഇയാൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. 300 പെർ മന്ത് വെച്ചിട്ട് ഇയാൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം ഏരിയകളിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എംപ്ലോയർ ഇത്തരത്തിലുള്ള അലവൻസസ് കൊടുക്കുന്നത്. ഈ അലവൻസുകൾക്ക് എന്ത് കൊടുക്കണം? ഇതൊക്കെ ഒരു പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. ഇത്തരം അലവൻസുകൾക്ക് മുഴുവനായിട്ടും എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ട. ചില എക്സംഷൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഹിൽ ഏരിയ അലവൻസസ് ഒക്കെ ആണ് കൊടുക്കുന്നതെങ്കിൽ 1000 മീറ്റർ മുകളിലുള്ള അല്ലെങ്കിൽ അതിലധികം ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ഈ എംപ്ലോയി വർക്ക് ചെയ്യുന്നത്, അയാൾക്ക് അതിന് ഒരു അലവൻസ് കിട്ടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ 300 രൂപ പെർ മന്ത് അയാൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് ഇനി ഇതേപോലെ തന്നെ 9000-നേക്കാളും ഉയരം കൂടിയ പ്രദേശമാണെങ്കിലോ? ഉയരത്തിനനുസരിച്ചാണ് ടാക്സിൽ നിന്ന് ഇളവ് കിട്ടുന്നത്. ഇപ്പൊ 9000-നേക്കാളും ഉയരമുള്ള പ്രദേശത്താണ് ഈ എംപ്ലോയി ജോലി ചെയ്യുന്നത്, അയാൾക്ക് അതിന് എംപ്ലോയർ അലവൻസസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ പെർ മന്ത് 800 വരെ അയാൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയി 9000 മുകളിൽ ഉയരമുള്ള ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, അയാൾക്ക് ഇതുപോലെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസോ ഹില്ലി ഏരിയ അലവൻസസ് ഒക്കെ എംപ്ലോയർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മാസം 2000 രൂപയാണ് അങ്ങനെ ഒരു അലവൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇത് 9000-നേക്കാളും മുകളിൽ ഉയരമുള്ള പ്രദേശമാണ് എങ്കിൽ 800 രൂപ വരെ അയാൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പൊ ഈ 2000-ൽ നിന്ന് 800 രൂപ കുറച്ച ബാക്കി 1200-ന്റെ മുകളിൽ അയാൾക്ക് ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ സൈച്ചൻ ഏരിയ, അതായത് ജമ്മു ആൻഡ് കാശ്മീർ പോലെയുള്ള ഏരിയകളിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ മന്ത്ലി 7000 രൂപയുടെ ടാക്സ് എക്സംഷൻ ഇയാൾക്ക് കിട്ടുന്നുണ്ട്. ദെൻ ഇനി അടുത്ത ഭാഗമാണ്, അടുത്തൊരു പ്രദേശമാണ് ബോർഡർ ഏരിയ അലവൻസ്. ബോർഡർ, റിമോട്ട്, ഡിഫിക്കൽട്ട്, ഡിസ്ട്രിബ്യൂട്ട് ഏരിയ അലവൻസ് അല്ലെ. അതായത് ബോർഡറിൽ ഉള്ള എംപ്ലോയീസ്, റിമോട്ട് ഏരിയയിലുള്ള, ഡിഫിക്കൽട്ട് ഏരിയയിലുള്ള, ഡിസ്ട്രിബ്യൂട്ട് ഏരിയയിലൊക്കെയാണ് ഈ എംപ്ലോയി വർക്ക് ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള അലവൻസുകൾ എംപ്ലോയർ നൽകും. അതിനും എന്തുണ്ട്? ടാക്സ് എക്സംഷൻ ഉണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇപ്പൊ ആൻഡമാൻ നിക്കോബാർ, നാർക്കോണ്ടൻ ഐസ്ലാൻഡ്, പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഹിമാചൽ പ്രദേശങ്ങളിലെ ചില പ്രദേശങ്ങള്, ഈ മേഖലകളിലാണ് ഈ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത്. അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇതുപോലെയുള്ള സ്പെഷ്യൽ അലവൻസസുകൾ കിട്ടുന്നുണ്ട് എങ്കിൽ അയാൾക്ക് ആ കിട്ടുന്ന അലവൻസിന്റെ 1300 രൂപ വരെ അയാൾക്ക് എന്തുണ്ട്? ടാക്സിൽ നിന്ന് എക്സംഷൻ ഉണ്ട്. ദെൻ അടുത്തത് കോണ്ടിനെന്റൽ ഷെൽഫ് ഓഫ് ഇന്ത്യ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ടാക്സിൽ നിന്ന് എക്സംഷൻ ആയിട്ട് കിട്ടുന്നത് 1100 ആണ്. ടാക്സ് എക്സംഷൻ കിട്ടുന്നത് 1100 ആണ്.
ദെൻ അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, നാഗാലാൻഡ്, ത്രിപുര, സൗത്ത് ആൻഡമാൻ ഇവിടെ ആണെങ്കിൽ 1050 വെച്ച് വരെ ടാക്സ് എക്സംഷൻ കിട്ടും. അതുപോലെ തന്നെ UP, ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, മണിപ്പൂർ, അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ചില ഭാഗങ്ങൾ, ഹിമാചൽ പ്രദേശങ്ങൾ ഇവിടെ ഈ ഒരു ബോർഡർ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 750 വെച്ചിട്ട് ടാക്സ് എക്സംഷൻ കിട്ടും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ജോഗ് ഫോൾസ്, അതായത് ഷിമോഗോ, കർണാടക 300 വെച്ചിട്ട് ടാക്സ് എക്സംഷൻ കിട്ടും. ആസാം, മേഘാലയ, ഹിമാചൽ പ്രദേശത്തെ ചില പ്രദേശങ്ങൾ അവിടെ 200 വെച്ചിട്ടും ടാക്സ് എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ എക്സംഷന്റെ ലിമിറ്റ് ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ഇപ്പോൾ ഓരോ ബോർഡർ ഏരിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏരിയകളിൽ ജോലി ചെയ്യുന്നത് മൂലം ഇത്തരത്തിലുള്ള അലവൻസസുകൾ കിട്ടും. ആ അലവൻസസിന് എന്തുണ്ട്? ടാക്സ് എക്സംഷൻ ഉണ്ട്. ഓക്കെ, ഇനി ട്രൈബൽ ഏരിയ അലവൻസ് അല്ലെ, ട്രൈബൽ ഏരിയ അലവൻസ് അതായത് ഇപ്പോ മധ്യപ്രദേശ്, തമിഴ്നാട്, ഉത്തർപ്രദേശ്, കർണാടക, ത്രിപുര, ആസാം, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒറീസ ഈ സ്ഥലങ്ങളിലുള്ള ട്രൈബൽ ഏരിയയിൽ ആണ് ഈ എംപ്ലോയി ഉള്ളത് എങ്കിൽ അയാൾക്ക് അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ അലവൻസിന്റെ 200 രൂപ മാസം 200 രൂപ വരെ നികുതിയിൽ നിന്ന് എക്സംഷൻ അല്ലെങ്കിൽ ഇളവ് ലഭിക്കും. അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, ദെൻ അപ്പോൾ ട്രൈബൽ ഏരിയ അലവൻസ് കഴിഞ്ഞു. ദെൻ അടുത്തത് എന്താണ്? ട്രാൻസ്പോർട്ട് സിസ്റ്റം അലവൻസ്. ഇപ്പൊ ഇവിടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം എംപ്ലോയീസിന് അവരുടെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള അലവൻസസ് കിട്ടും. അതായത് ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ട് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി, അപ്പൊ അയാൾക്ക് യാത്രക്കിടെ ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് അലവൻസസ് കിട്ടും. എങ്ങനെയാണ് അലവൻസസ് കിട്ടുന്നത്? അലവൻസിന്റെ 70%. എങ്ങനെയാണ്? അലവൻസിന്റെ 70% അല്ലെങ്കിൽ 10,000 പെർ മന്ത്. 10,000 പെർ മന്ത്. ഇതിലേതാണോ കുറവ് അത് ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് അയാൾക്ക് യാത്രക്കിടെ അയാളുടെ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് കിട്ടുന്ന അലവൻസ് ആണ് ട്രാൻസ്പോർട്ട് എനി അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി വർക്കിംഗ് ഇൻ എനി ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ എക്സംഷൻ ലിമിറ്റ് കാണുക? 70% അല്ലെങ്കിൽ 10,000 പെർ മന്ത്. ഇതിലേതാണോ കുറവ് അതാണ് ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടുക. ദെൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അലവൻസ് ആണ് ചിൽഡ്രൻ എഡ്യൂക്കേഷണൽ അലവൻസ്. ഇത് എപ്പോഴും ക്വസ്റ്റ്യനിൽ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് ചിൽഡ്രൻ എഡ്യൂക്കേഷണൽ അലവൻസ്. അപ്പോൾ ഒരു എംപ്ലോയിക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷണൽ അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ചില ഭാഗം, മുഴുവനായിട്ടും ടാക്സ് കൊടുക്കേണ്ട ചില പാർട്ട് ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടും. എങ്ങനെയാണ് കിട്ടുക? ഒരു കുട്ടിക്ക് 100 പെർ മന്ത് വെച്ചിട്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയിക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് മന്ത്ലി ഒരു 2000 രൂപ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പോ അല്ലെങ്കിൽ മന്ത്ലി ഒരു 1000 രൂപ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ആ ഒരു ഇയർലി അയാൾക്ക് എത്ര കിട്ടും? ഇയർലി അയാൾക്ക് ഒരു 1,20,000 രൂപ എന്ത് കിട്ടും? ചിൽഡ്രൻ എഡ്യൂക്കേഷണൽ അലവൻസ് ആയിട്ട് കിട്ടും. അപ്പൊ ഇതിന് മൊത്തത്തിൽ എന്തു കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അതിന് എക്സംഷൻ ഉണ്ട്. എങ്ങനെയാണ്? ഒരു കുട്ടിക്ക് മാസം 100 രൂപ വെച്ചിട്ട്, അങ്ങനെ 2 കുട്ടികൾ മാക്സിമം 2 കുട്ടികൾക്കാണ് ടാക്സ് എക്സംഷൻ കിട്ടുക. ഇപ്പൊ ഒരു എംപ്ലോയിക്ക്, ഇപ്പൊ ഈ പറഞ്ഞ എംപ്ലോയിക്ക് തന്നെ 2 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ 3 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇയാൾക്ക് ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് ടാക്സ് എക്സംഷൻ കിട്ടും. അങ്ങനെ 2 കുട്ടികൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും അല്ലെ. മൂന്നാമത്തെ കുട്ടിക്ക് കിട്ടില്ല, 2 കുട്ടികൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പൊ മാസം ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് അല്ലെ. അങ്ങനെ എത്ര കുട്ടികൾക്ക് കിട്ടും? 2 കുട്ടികൾക്ക് അല്ലെ. അപ്പൊ ഇവിടെ 200 രൂപ അയാൾക്ക് മാസം കിട്ടും അല്ല, മാസം ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പൊ അത് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും? 200 × 12 അല്ലെ. ല്ലേ 2400 രൂപ അയാൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും അല്ലെ. ഇയർലി
2007 മൊത്തം ഇയാൾക്ക് 1000 രൂപയാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ ഇയർലി അയാൾക്ക് 1,20,000 രൂപ എന്ത് കിട്ടും? ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയി കിട്ടും. ഇതിൽ നിന്ന് ടാക്സ് എക്സംഷൻ എത്രയുണ്ട്? ഒരു കുട്ടിക്ക് മന്ത്ലി 100 രൂപ വെച്ചിട്ട് അങ്ങനെ പരമാവധി 2 കുട്ടികൾ വരെ ഇയാൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പൊ അങ്ങനെ മൊത്തം ഇയാൾക്ക് കിട്ടുന്ന ഒരു മാസം ഇയാൾക്ക് കിട്ടുന്ന ഒരു വർഷം ഇയാൾക്ക് കിട്ടുന്ന ടാക്സ് എക്സംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,400. അപ്പൊ ഈ 1,20,000 നിന്ന് ആ 2,400 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനെ മാത്രം എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഹോസ്റ്റൽ അലവൻസ് എങ്ങനെയാണ്? ഇപ്പോൾ കുട്ടികളുടെ ഹോസ്റ്റൽ ചെലവിനായിട്ട് എംപ്ലോയർ ചിലപ്പോൾ എംപ്ലോയിക്ക് അലവൻസസ് കൊടുക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ ഹോസ്റ്റൽ അലവൻസ് എങ്ങനെയാണ്? ഒരു കുട്ടിക്ക് 300 രൂപ വെച്ചിട്ട് മന്ത്ലി 300 രൂപ വെച്ചിട്ട് ടാക്സ് എക്സംഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ പരമാവധി 2 കുട്ടികൾക്കാണ് ഇങ്ങനെ ടാക്സ് എക്സംഷൻ കിട്ടുക. ഓക്കെ. ദെൻ അടുത്തത് കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസ് അല്ലെ. അതായത് ഇപ്പോൾ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ചില പ്രദേശങ്ങൾ, ഇവിടെയാണ് ഈ ഇടങ്ങളിൽ താമസിക്കുന്ന എംപ്ലോയീസിന് കിട്ടുന്ന കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസിൽ നിന്ന് മാസം 2,600 രൂപ വരെ ടാക്സ് എക്സംഷൻ കിട്ടും. 2,600 രൂപ വരെ ടാക്സ് എക്സംഷൻ കിട്ടും. ദെൻ അതേപോലെ തന്നെ അടുത്തതാണ് കൗണ്ടർ ഇൻസർജൻസി അലവൻസ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മിലിറ്ററി ഉദ്യോഗസ്ഥർക്കൊക്കെ, മിലിറ്ററിയിലുള്ള എംപ്ലോയീസിനൊക്കെ നൽകുന്ന ഒരു അലവൻസ് ആണ് കൗണ്ടർ ഇൻസർജൻസി അലവൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ സ്ഥിരമായിട്ടുള്ള പോസ്റ്റിങ്ങിന് പുറമെ അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് വരുമ്പോൾ അവർ പുറത്തു മറ്റു പ്രദേശങ്ങളിലൊക്കെ അവർക്ക് പോയി ജോലി ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻസർജൻസി പ്രദേശങ്ങളില് അവര് സ്ഥിരം നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് അയാൾ മാറി വേറെ ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ വേറൊരു പ്രദേശത്തേക്ക് അയാൾ മാറി ജോലി ചെയ്തു. അവിടെ 30 ദിവസത്തിൽ കൂടുതലായി ആ ഒരു സ്ഥലത്ത് അയാൾ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസം 3,900 വരെ അയാൾക്ക് ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ കൗണ്ടർ ഇൻസർജൻസി അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ മിലിറ്ററി സേന അല്ലെങ്കിൽ മിലിറ്ററിയിലുള്ള ആൾക്കാർ അവർക്ക് കിട്ടുന്ന ഒരു അലവൻസ് ആണ്. അവര് സ്ഥിരം പോസ്റ്റിങ്ങിന് പുറമെ വേറൊരു പ്രദേശങ്ങളിൽ 30 ദിവസത്തിലധികം ആ ഒരു പ്രദേശത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിന് കിട്ടുന്ന അലവൻസ് ആണ്. അതിൽ 3,900 വരെ ടാക്സ് എക്സംഷൻ ഉണ്ട്. ദെൻ അടുത്തത് അണ്ടർഗ്രൗണ്ട് അലവൻസ് എന്ന് പറഞ്ഞാൽ ഈ അണ്ടർഗ്രൗണ്ട് കോൾ മൈൻസിൽ അല്ലെങ്കിൽ ഈ അൺകൺജീനിയൽ ക്ലൈമറ്റിലൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടുന്ന ഒരു അലവൻസ് ആണ്. അത്തരം എംപ്ലോയീസിന് കിട്ടുന്ന അത്തരത്തിലുള്ള അലവൻസിന് ₹800 വരെ എന്ത് കിട്ടും? ടാക്സ് എക്സംഷൻ കിട്ടും. ദെൻ അടുത്തതാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് അലവൻസ് അല്ലെ. ഇതും നമ്മുടെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്കുള്ള അല്ലെങ്കിൽ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ള അലവൻസ് ആണ്, എംപ്ലോയീസിനുള്ള അലവൻസ് ആണ്. ഇവിടെയും ടാക്സ് എക്സംഷൻ ഉണ്ട്. ഇവിടെ 9,000 to 1,500 അല്ലെ. അതായത് 9,000 മുതൽ 1,500 ഫീറ്റ് അത്തരം ആ ഒരു ലിമിറ്റിൽ അടി വരെ അല്ലെങ്കിൽ ആ ഒരു ഉയരത്തിലാണ് അവര് ജോലി ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് അലവൻസിന്റെ 1,060 അല്ലെ 1,060 രൂപ മാസം അയാൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. ഇനി മാറിപ്പോയതാണ്. 9,000 to 15,000 ആണ്. 9,000 to 15,000 ഉയരത്തിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക്, ഒരു മിലിറ്ററി എംപ്ലോയിക്ക് അയാൾക്ക് കിട്ടുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് അലവൻസിന്റെ 1,060 രൂപ മാസം അയാൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ 15,000 മുകളിലാണ് അയാൾ ജോലി ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ അയാൾക്ക് കിട്ടുന്നത് 1,600 പെർ മന്ത് വരെ ടാക്സ് എക്സംഷൻ കിട്ടും. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു ഏരിയ ആണ് സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹൈലി ആക്റ്റീവ് ഫീൽഡ് ഏരിയ അലവൻസ് അല്ലെ. അപ്പൊ ഇതും ഈ ഇത്രയുള്ള നമ്മുടെ
ഈ മിലിറ്ററി എംപ്ലോയീസിന് നായകർക്ക് വേണ്ടിയിട്ട് സേനാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു അലവൻസ് ആണ്. അവർക്ക് 4000 ഇത്തരത്തിലുള്ള ഒരു അലവൻസ്, സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹൈലി ഓൾട്ടിറ്റ്യൂഡ് ഫീൽഡ് ഏരിയ അലവൻസ് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടിയ അലവൻസിന്റെ 4200 മാസം മന്ത്ലി 4200 വരെ അവർക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഐസ്ലാൻഡ് അലവൻസ്, അതായത് ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് പോലെയുള്ള ദ്വീപുകളിൽ സർവീസ് നടത്തുന്ന മിലിറ്ററി എംപ്ലോയീസിന് അവർക്ക് 3250 അല്ലെ 3250 രൂപ വരെ മന്ത്ലി ടാക്സ് എക്സംഷൻ കിട്ടും. ദെൻ കോമ്പൻസേറ്ററി മോഡിഫൈഡ് ഫീൽഡ് ഏരിയ അലവൻസ്, അതായത് ഇപ്പോൾ പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, മിസോറാം, ത്രിപുര, സിക്കിം, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീരിലെ ചില പ്രദേശങ്ങൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിന് എന്ത് കിട്ടുന്നുണ്ട്? കോമ്പൻസേറ്ററി മോഡിഫൈഡ് ഫീൽഡ് ഏരിയ അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ മന്ത്ലി 1000 റുപ്പീസ് വെച്ചിട്ട് അവർക്ക് എന്ത് കിട്ടും? ടാക്സ് എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്ത് ഈ ഒരു പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു അല്ലെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എത്രയാണ് ഈ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസിൽ നിങ്ങൾ നോക്കേണ്ടത്? എക്സംപ്റ്റഡ് ലിമിറ്റ് എത്രയാണ് നോക്കണം. ആ ലിമിറ്റ് കിഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മൾ ടാക്സബിൾ പോർഷൻ ആയിട്ട് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ ആണ് പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സാലറി എന്നുള്ള പോർഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു അണ്ടർ ദി ഹെഡ് സാലറിയിൽ നമ്മൾ ഒരു വ്യക്തിയുടെ ഇൻകം ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുക എന്നുള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് എന്ത്? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി അല്ലേ. അതായത് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന എല്ലാ ക്യാഷ് റെസിപ്റ്റും, ക്യാഷ് ആയിട്ട് കിട്ടുന്ന എല്ലാ റെസിപ്റ്റ്സുകളും, അലവൻസസുകളും, പെർക്യുസൈറ്റ്സുകളും, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ഒക്കെ എന്തിൽ ഉൾപ്പെടുത്തും? ഇൻകം ഫ്രം സാലറി ഹെഡിൽ ഉൾപ്പെടുത്തിയിട്ട് അയാൾ അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കണം. അപ്പം എന്താണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, സാലറിക്ക് പുറമെ അയാൾക്ക് കിട്ടുന്ന ബെനഫിറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സാലറി എന്നുള്ള ആ ഒരു പാർട്ടിൽ നമ്മൾ എന്ത് ഉൾപ്പെടുത്തണം? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്നുള്ള ആ ഒരു പാർട്ടും കൂടെ ഉൾപ്പെടുത്തണം. അപ്പം ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തതാണ് കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഓൺ ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ് അല്ലേ. അതായത് ഇപ്പോൾ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ടെർമിനേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ കോമ്പൻസേഷൻ അല്ലേ. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയർ ഈ എംപ്ലോയിയുടെ അല്ലെങ്കിൽ അയാളുടെ ജോലിയിൽ ടെർമിനേഷൻ്റെ സമയത്തോ, ജോലി ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ അയാളോട് പറഞ്ഞ സർവീസ് എഗ്രിമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരികയോ ചെയ്താൽ അയാൾക്ക് എന്ത് കിട്ടും? ഒരു നഷ്ടപരിഹാരം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് വിളിക്കാം. അതായത് ഈ ഒരു എംപ്ലോയിയുടെ ജോലിയിലെ ടെർമിനേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഈ എംപ്ലോയി ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാളുടെ ഒരു വ്യവസ്ഥകളും കരാറുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ വ്യവസ്ഥകളിൽ നിന്ന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയോ ചെയ്യുന്നതിന് പകരമായിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇവിടെ സാധാരണയായി ഇത്തരം കോമ്പൻസേഷൻ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. കാരണം അയാളുടെ ജോലി ടെർമിനേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു വ്യക്തിക്ക് കോമ്പൻസേഷൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ക്യാപിറ്റൽ റെസിപ്റ്റിന് സാധാരണ നമ്മൾ ടാക്സ് കൊടുക്കാറില്ല. പക്ഷേ സെക്ഷൻ 17 സബ്സെക്ഷൻ 3 പ്രകാരം ഈ ഒരു കോമ്പൻസേഷൻ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഉൾപ്പെടുത്തി അതിനെ സാലറി ഇൻകം ആയിട്ട് കണക്കാക്കി ഫുള്ളായിട്ടും ടാക്സ് കൊടുക്കണം. ഓക്കെ, ദെൻ അടുത്തതോ അതുപോലെ തന്നെ
ലംസം പേയ്മെന്റ് ഡ്യൂ ടു മോഡിഫിക്കേഷൻ ഓർ സർവീസ് ടേംസ്. ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ എന്താണ് ഭാവിയിൽ ഇപ്പോൾ സാലറി കുറയുന്ന ആ സമയത്ത് അതിന് പകരമായിട്ട് ലംസമായിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിലും അതും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തും? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഉൾപ്പെടുത്തും. ദെൻ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് ഫണ്ട് അല്ലേ, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന തുക അത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഉൾപ്പെടുത്തിയിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് അല്ലാത്ത സൂപ്പർ ആനുവേഷൻ ഫണ്ടിൽ നിന്നോ ഈ എംപ്ലോയിക്ക് ഒരു തുക ലഭിക്കുകയാണെങ്കിൽ അത് എന്താണ്? അത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആണ്. അപ്പോൾ അതിൽ അതായത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ പ്ലസ് അതിനുള്ള ഇൻട്രസ്റ്റ് ഇത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഉൾപ്പെടുത്തി സാലറി ഇൻകമായി കണക്കാക്കി ടാക്സ് അതിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി അല്ലേ, അതിൽ വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഇപ്പോൾ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുക അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ അല്ലെ ടെർമിനേഷൻ്റെ സമയത്തോ എന്തെങ്കിലും സർവീസ് എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുമ്പോഴോ കിട്ടുന്ന കോമ്പൻസേഷൻ. അപ്പോൾ ഇതൊക്കെ എന്താണ്? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഉൾപ്പെടുത്തി ഇതിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് എന്താ? സാലറി അല്ലേ. സാലറി അതായത് ഒരു വ്യക്തിക്ക് പല സോഴ്സുകളിൽ നിന്നും ഇൻകം കിട്ടും അല്ലേ. അപ്പോൾ അതായത് സാലറി ആയിട്ട് ഇൻകം കിട്ടാം, അയാളുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം കിട്ടാം, അതുപോലെ തന്നെ അയാൾ വല്ല ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻകം കിട്ടാം, അല്ലെങ്കിൽ അയാൾ വല്ല ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് വല്ല ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല സോഴ്സിൽ നിന്നും ഇൻകം കിട്ടാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് സോഴ്സിനെ നമ്മൾ 5 ഹെഡായിട്ടാണ് തരംതിരിച്ചത്. അതിൽ ഒന്നാമത്തെ ഹെഡാണ് ഇൻകം ഫ്രം സാലറി. അപ്പോൾ ഇൻകം ഫ്രം സാലറിയിൽ നമ്മൾ എന്താ, അതായത് ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞ ഹെഡിൽ നമ്മൾ ഏതൊക്കെ ഇൻകത്തിനെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അതായത് ഒരു എംപ്ലോയറും എംപ്ലോയിയും റിലേഷൻഷിപ്പ്, ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ള അതുവഴി ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തി അതിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ പഠിച്ചു ഗ്രോസ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാ ബെനഫിറ്റ്സുകളും, എല്ലാ ക്യാഷ് റെസിപ്റ്റ്സുകളും, എല്ലാ പെർക്യുസൈറ്റ്സുകളും, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി അല്ലെ, റിട്ടയർമെന്റ് ബെനഫിറ്റ്, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയതാണ് ഇയാളുടെ സാലറി ഇൻകം. ഇതിൽ നിന്ന് ഒരുപാട് എക്സംപ്റ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തിയിട്ട് അത് നമ്മൾ അതിൽ നിന്ന് കുറക്കണം. അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഗ്രാറ്റുവിറ്റി, എങ്ങനെയാണ് എക്സംപ്റ്റഡ് പോർഷൻ ഗ്രാറ്റുവിറ്റിയിൽ കാണുക, അതുപോലെ തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, പെൻഷൻ അല്ലേ, പെൻഷൻ എങ്ങനെയാണ് അതിൻ്റെ കമ്മ്യൂട്ടഡ് പെൻഷൻ, അതുപോലെ തന്നെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ അല്ലേ. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ നമ്മൾ എന്തായാലും ടാക്സ് കൊടുക്കണം. കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ എക്സംപ്റ്റഡ് പോർഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, റിട്രെഞ്ച്മെൻറ്റ് ബെനിഫിറ്റ്, വളണ്ടറി റിട്ടയർമെൻറ്റ്, ഹൗസ് റെൻ്റ് അലവൻസ്, അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വെരി ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ടാക്സ് എക്സംപ്റ്റഡ് പോർഷൻസും ടാക്സബിൾ പോർഷൻസൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ കണ്ടീഷൻസും മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.